ഹലോ സ്റ്റുഡൻസ്, ഇറ്റ്സ് മീ റാഷിദ് ഗഫൂർ. ACCA ഫാക്കൽറ്റിയാണ് സൈലത്തിലെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ACCയിലെ PM-ലെ റെലവന്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്പർ 8 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. PM-ലെ ഒരു ചെറിയൊരു ടഫസ്റ്റ് ടോപ്പിക് കൂടിയാണ് റെലവന്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം റെലവന്റ് കോസ്റ്റിംഗ്. ഓക്കെ, എന്താണ് റെലവന്റ് കോസ്റ്റിംഗ്? നമ്മള് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ റെലവന്റ് കോസ്റ്റിംഗിനെ കുറിച്ച് ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മെൻഷൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ് റെലവന്റ് കോസ്റ്റിംഗ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഇൻക്രിമെന്റൽ ആയിരിക്കണം, ക്യാഷ് ഫ്ലോ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ റെലവന്റ് കോസ്റ്റിംഗിനെ കുറിച്ച് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വേർഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, PM-ലെ ചാപ്റ്റർ നമ്പർ 8 നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് റെലവന്റ് കോസ്റ്റിംഗ് അല്ലെ? എന്താണ് റെലവന്റ് കോസ്റ്റിംഗ്? സാർ ഒരു എക്സാമ്പിൾ പറയുന്നതിന് മുൻപ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർവ്യൂ ഒന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്പർ 8 നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മിനിമം പ്രൈസ് ആണ്, അല്ലെങ്കിൽ റെലവന്റ് കോസ്റ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മേക്ക് ഓർ ബൈ ഡിസിഷൻ ആണ്. എന്താണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് വെച്ചാൽ മക്കളെ, ഒരു എക്സാമ്പിൾ എടുക്കട്ടെ. മേക്ക് ഓർ ബൈ ഡിസിഷന് ഒരു കമ്പനി മക്കളെ കാർഡ്ബോർഡ് ബോക്സസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഒരു കമ്പനി എന്ത് മേക്ക് ചെയ്യുന്ന കമ്പനിയാണ്? കാർഡ്ബോർഡ് ബോക്സസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. സപ്ലയർ ഓഫർ ചെയ്യുന്നുണ്ട് മക്കളെ, സെയിം ബോക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലയേഴ്സും ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ സാധനം ഓഫർ ചെയ്യുന്നുണ്ട്. കമ്പനി കമ്പയർ ചെയ്യും റെലവന്റ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് ദം ഇറ്റ് സെൽഫ് വേഴ്സസ് ബൈയിങ് ദം ഫ്രം ദ സപ്ലയർ. അതായത് നമ്മൾ ഈ ബോക്സ് നമ്മുടെ കമ്പനിയിൽ ഇൻ ഹൗസിൽ ഉണ്ടാക്കുകയാണെങ്കിലുള്ള റെലവന്റ് കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യും. നമ്മളെ സപ്ലയർ എടുത്തുനിന്ന് വാങ്ങുന്ന റെലവന്റ് കോസ്റ്റ് അല്ലെങ്കിൽ സപ്ലയർ എടുത്തുനിന്ന് വാങ്ങുന്ന കോസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മൾ ഇൻ ഹൗസ് മേക്ക് ചെയ്യണോ അതല്ലെങ്കിൽ ബൈ ചെയ്യണോ എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പൊ മേക്ക് ഓർ ബൈ ഡിസിഷൻ ആണ് നമ്മൾ പിന്നെ നോക്കാൻ പോകുന്നത്. പിന്നെ വരുന്നതാണ് ഷട്ട് ഡൗൺ ഡിസിഷൻ. എന്താണ് ഷട്ട് ഡൗൺ? നമ്മളെ ചില നമ്മുടെ ബിസിനസ്സിലെ ചില ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ചില പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഷട്ട് ഡൗൺ ചെയ്യാറുണ്ട് അല്ലെ. ഒരു എക്സാമ്പിൾ നോക്കിയാലോ, എ ബേക്കറി മേക്ക് എ ടൈപ്പ് ഓഫ് ബ്രെഡ് ദാറ്റ് ഈസ് നോട്ട് സെല്ലിംഗ് വെൽ. ഒരു ബേക്കറി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, വലിയ സെല്ലിംഗ് ഒന്നും ചെയ്യാത്ത ഒരു ബ്രെഡ് എന്ത് ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. ബേക്കറി ചെക്ക് വെദർ കണ്ടിന്യൂയിങ് ടു മേക്ക് ദ ബ്രെഡ് ബ്രിങ്സ് ഈസ് ഇനഫ് മണി ടു കവർ ദ കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ഇഫ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ്. നമ്മൾ എന്ത് ചെയ്യാണ്, തീരുമാനിക്കുകയാണ് ഇത് വലിയ തരത്തിൽ പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഷട്ട് ഡൗൺ ചെയ്യാന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ ഇഫ് സ്റ്റോപ്പിംഗ് സേവ്സ് മോർ മണി ദാൻ കണ്ടിന്യൂയിങ് ദ ബേക്കറി ഷട്ട് ഡൗൺ ദാറ്റ് പ്രൊഡക്റ്റ് ലൈൻ. അതായത് നമ്മൾ എന്തൊക്കെ ഇവാലുവേറ്റ് ചെയ്യും, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് വരുന്ന കോസ്റ്റ്, ഷട്ട് ഡൗൺ ചെയ്താൽ വരുന്ന കോസ്റ്റ്, ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കും, ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വൺ ഓഫ് കോൺട്രാക്ട് ഡിസിഷൻ ആണ്. എന്താണ് മക്കളെ വൺ ഓഫ് കോൺട്രാക്ട് ഡിസിഷൻ എന്ന് വെച്ചാൽ, സാർ എക്സാമ്പിൾ പറയാണ്, നമ്മൾ ഫോറിനില് UK-ല് ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മൾ UK-യിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഒരു കോൺട്രാക്ട് വരികയാണ്. എന്ത്, ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഗവൺമെന്റ് എന്തോ കാര്യങ്ങൾ പറയാണ്, എന്ത്, നിങ്ങൾ ഇന്ന സാധനം ഞങ്ങൾക്ക് ചെയ്തു തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ സ്പെഷ്യലി വരുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയാ, വൺ ഓഫ് കോൺട്രാക്ട് എന്ന് പേര് പറയാം. പിന്നെയാണ് ഫർദർ പ്രോസസിംഗ് ഡിസിഷൻ. എന്താ ഫർദർ പ്രോസസിംഗ്? നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിംഗിൽ MA L2 നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട് പ്രോസസ് കോസ്റ്റിംഗിനെ കുറിച്ച്. അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് കഴിഞ്ഞ് അതിന് ഫർദർ പ്രോസസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഏരിയയാണ് ഫർദർ പ്രോസസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. ഇത്രയും 5 ഏരിയാസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? അപ്പൊ സാറ് ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കാൻ പോകുന്നത് റെലവന്റ് കോസ്റ്റും റവന്യൂസിനെയും കുറിച്ചാണ്. എന്താണ് റെലവന്റ് കോസ്റ്റ്, എന്താണ് റെലവന്റ് റവന്യൂ എന്നുള്ള കാര്യങ്ങൾ. സാർ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അതിന്റെ മുൻപ് എന്താണ് റെലവന്റ് കോസ്റ്റ് എന്ന് നോക്കിയാലോ. എന്താണ് റെലവന്റ് കോസ്റ്റിംഗ്? When a business is deciding between two choices, it must look only at the cash flows that will change because of the decision. അതായത് മക്കളെ, നമ്മള് ഒരു ബിസിനസ് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. 2 ചോയ്സസ് അതിന്റെ കയ്യിലുണ്ട്. ഓക്കെ, 2 ചോയ്സസ് അതിന്റെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ അത് മക്കളെ രണ്ടും ചോയ്സ് ഒന്ന് എന്ത് ചെയ്യണം, തീരുമാനിക്കണം, ഡിസിഷൻ എടുക്കണം. അപ്പൊ അവര് എന്തായാലും നോക്കേണ്ടത് എന്താണ്, ക്യാഷ് ഫ്ലോസ് ആണ്. ആ ഡിസിഷൻ കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
കൺസിഡർ ചെയ്യേണ്ടത്. അതിനെയാണ് റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡിസിഷൻ, ആ ഒരു ചോയ്സ്, നമ്മുടെ കയ്യിൽ 2 ചോയ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ചോയ്സിൽ ഒന്ന് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ 2 എണ്ണം ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, റെലവെന്റ് കോസ്റ്റ് എന്ന് പേര് വിളിക്കുന്നത്. ഓക്കെ ആണോ, സെറ്റ് ആണോ? അപ്പൊ സാർ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെ, നിങ്ങൾക്ക് 2 ചോയ്സ് തരാം കേട്ടോ. നിങ്ങൾക്ക് ഒന്നാമത്തെ ചോയ്സ് ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ സൈലത്തിൽ വന്ന് PM പഠിക്കാം. 2 ഓപ്ഷൻസ് തരികയാണ്. നിങ്ങൾക്ക് സൈലത്തിൽ വന്ന് എന്ത് ചെയ്യാം, PM പഠിക്കാം. സൈലത്തിൽ നിങ്ങൾ വരുന്നു, എന്ത് അറ്റൻഡ് ചെയ്യുന്നു, PM ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, PM ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് രണ്ടാമത് തരുന്ന ഓപ്ഷന് PM നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ക്ലാസ് കേൾക്കുക, പക്ഷെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ട് ടൈം വർക്കിന് പോവാം. എന്ത് ചെയ്യാം, പാർട്ട് ടൈം വർക്കിന് പോവാം. ഓക്കെ, പാർട്ട് ടൈം വർക്കിന് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് $15 ആന്ന് വിചാരിച്ചോ. എത്രയാണ് പാർട്ട് ടൈം വർക്കിന് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത്? $15. അപ്പൊ മക്കളെ, ഇവിടെ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റ് നോക്കാം അല്ലെ. നിങ്ങൾ ഒന്നാമത്തെ ഡിസിഷൻ എടുത്തു, സൈലം PM ഓഫ്ലൈൻ പോയി അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്. നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിന് പോകാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു ചോയ്സ് നിങ്ങൾ എടുത്തത് കാരണം നിങ്ങൾക്കൊരു കോസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു. എത്ര? $15 നഷ്ടപ്പെട്ടു. ഇതിനെയാണ് മക്കളെ എന്ത് പേര് പറയാ, റെലവെന്റ് കോസ്റ്റ് എന്ന് പേര് പറയാം. അതായത് നിങ്ങളൊരു ചോയ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ, റെലവെന്റ് കോസ്റ്റ് എന്ന് പേര് പറയാം. ഓക്കെ, നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കിയാലോ. റെലവെന്റ് എ ബിസിനസ് ഈസ് ഡിസൈഡിങ് ബിറ്റ്വീൻ 2 ചോയ്സസ് അല്ലെ. 2 ചോയ്സ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ലുക്ക് ഓൺലി അറ്റ് ദ ക്യാഷ് ഫ്ലോസ് ദാറ്റ് വിൽ ചേഞ്ച് ബിക്കോസ് ഓഫ് ദ ഡിസിഷൻ. ആ ഒരു ഡിസിഷൻ കാരണം വരുന്ന ക്യാഷ് ഫ്ലോസ് അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മക്കളെ, എ കോസ്റ്റ് ഓർ റവന്യൂ റെലവെന്റ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കണം, ഏതൊക്കെ കോസ്റ്റുകളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ആണ് മക്കളെ, ആ കോസ്റ്റ് എന്തായിരിക്കണം, ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. എന്തായിരിക്കണം, ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. ഓക്കെ, സാർ ഒരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, നിങ്ങൾ മക്കളെ സൈലത്തിൽ പോവാൻ വേണ്ടിയിട്ട് സാർ റെപ്പ് ചെയ്യട്ടെ, ഇതൊന്ന്. നിങ്ങൾ മക്കളെ സൈലത്തിൽ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പാസ് എടുത്തിരുന്നു. അതായത് ബസ് പാസ് ആണ് കൂട്ടിക്കോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബസ് പാസ് അത് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു 1 month ബാക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബസ് പാസ് എടുത്തിട്ടുണ്ട്. എത്രയ്ക്കാകും എടുത്തതെന്ന് വെച്ചാൽ $20 എന്തിനാണ് എടുത്തത്, $20. അങ്ങനെയെങ്കിൽ മക്കളെ, ഈ ബസ് പാസിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്ത കോസ്റ്റ് റെലവെന്റ് ആണോ ഇറെലവെന്റ് ആണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, റെലവെന്റ് ആണോ ഇറെലവെന്റ് ആണോ? നിങ്ങൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തു ബസ്സിന്റെ, അതിന് തിരിച്ചു കിട്ടുമോ? ഇല്ല. ആ ഒരു കോസ്റ്റിനെ വിളിക്കുന്ന പേര് ഇറെലവെന്റ് കോസ്റ്റ് ആണ്, വിച്ച് ഇസ് നോട്ട് റെലവെന്റ്. കാരണം ഇറ്റ്സ് എ പാസ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെലവെന്റ് കോസ്റ്റ് ആവണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ മക്കളെ പറയുന്നത്, അത് ഫ്യൂച്ചറിസ്റ്റിക് ആവണം. എന്താവണം, ഫ്യൂച്ചറിസ്റ്റിക് ആവണം, ഫ്യൂച്ചറിൽ വരുന്ന കോസ്റ്റ് ആവണം അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനത്തെ കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയാ, റെലവെന്റ് കോസ്റ്റ് എന്ന പേര് പറയാം. പാസ്റ്റിൽ നിങ്ങൾക്ക് ഇൻക്വയർ ആയ ഏത് കോസ്റ്റ് ആയിക്കോട്ടെ, അതിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ത് പേരാ വിളിക്കുക, നമ്മൾ സങ്ക് കോസ്റ്റ് എന്നാണ് പേര് വിളിക്കുക. എന്താ പേര് വിളിക്കുക, സങ്ക് കോസ്റ്റ് അല്ലെ. ഈ സങ്ക് കോസ്റ്റ് എന്താണ്, സങ്ക് കോസ്റ്റ് ഓൾവേസ് ഇറെലവെന്റ് ആണ്. എന്താണ്, ഇറെലവെന്റ് കോസ്റ്റ് ആണ് എന്ത്, സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് നോട്ട് റെലവെന്റ്. ഇറ്റ് പാസ്റ്റിൽ കഴിഞ്ഞതാണ്, അതൊരിക്കലും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല. ആ കോസ്റ്റ് എന്താണ്, ഇറെലവെന്റ് ആണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ പഠിച്ചു. ഒന്നാമത് റെലവെന്റ് കോസ്റ്റോ റവന്യൂ ആവണമെങ്കിൽ അതെന്തായിരിക്കണം, ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. അതിൽ ഒന്നാമത്തെ പോയിന്റ് വായിച്ചു നോക്കിയാലോ. റെലവെന്റ് കോസ്റ്റ് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. എന്തായിരിക്കണം, ഫ്യൂച്ചറിൽ ഹാപ്പൻ ചെയ്യുന്ന കോസ്റ്റുകളായിരിക്കണം. പാസ്റ്റ് കോസ്റ്റ്, അതായത് കഴിഞ്ഞു പോയ കോസ്റ്റുകൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, സങ്ക് കോസ്റ്റ് അല്ലെ. സങ്ക് കോസ്റ്റ് ആർ നോട്ട് റെലവെന്റ് ബിക്കോസ് ദേ കനോട്ട് ബി ചേഞ്ച്ഡ്. നിങ്ങൾ ആ ബസ് പാസ് എടുത്തു കഴിഞ്ഞു അല്ലെ, ആ ബസ് പാസിന് നിങ്ങൾക്ക് തിരിച്ച് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്, അതൊരു ഇറെലവെന്റ് കോസ്റ്റ് ആണ്, സങ്ക് കോസ്റ്റ് ആണ്. അടുത്ത മക്കളെ പറയുന്നത് എന്താണ്, എക്സാമ്പിൾ നോക്കിയാലോ നമുക്ക്. മണി സ്പെൻഡ് ലാസ്റ്റ് ഇയർ ഓൺ എ മെഷീൻ. നമ്മുടെ ബിസിനസ് മക്കളെ ഒരു മണി സ്പെൻഡ് ചെയ്തു ലാസ്റ്റ് ഇയറിൽ മെഷീന് വേണ്ടിയിട്ട്. ആ മണി സ്പെൻഡ് ചെയ്തത് നമുക്ക് ഇനി വീണ്ടെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് എ സങ്ക് കോസ്റ്റ്. അതെന്താണ്, ഇറെലവെന്റ് കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ റെലവെന്റ് കോസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ എന്ത് പറഞ്ഞു, ഒരു റെലവെന്റ് കോസ്റ്റ് ആവണമെങ്കിലുള്ള ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞു, ഇറ്റ് ഷുഡ് ബി ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നടക്കുന്ന കോസ്റ്റ് ആയിരിക്കണം. സെറ്റ് ആണോ? ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കിയാലോ. ഇറ്റ് ഷുഡ് ബി ഇൻക്രിമെന്റൽ. എന്താ ഇൻക്രിമെന്റൽ എന്ന് വെച്ചാല് മക്കളെ ഒന്ന് നോക്കിക്കേ. എക്സാമ്പിൾ പറഞ്ഞുതരാം. എ ഫാക്ടറീസ് റെന്റ് കണ്ടിന്യൂസ് ഈവൻ ഇഫ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ്.
വിച്ച് ഈസ് നോട്ട് എ ഇൻക്രിമെന്റൽ. സാർ പറഞ്ഞുതരാം. ഓൺലി എക്സ്ട്രാ കോസ്റ്റ് ഓർ റവന്യൂ ദാറ്റ് ഒക്വർ ബിക്കോസ് ഓഫ് ദ ഡിസിഷൻ ആർ റെലവെന്റ്. അതായത് നമ്മൾ ഈ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ വരുന്ന എക്സ്ട്രാ കോസ്റ്റുകളെ അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന റവന്യൂവിനെയാണ് നമ്മൾ എന്താക്കുക, ഇറലവന്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്തിനാണ് നമ്മൾ റെലവന്റ് കോസ്റ്റ് ആയി കൺസിഡർ ചെയ്യുക? രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഇൻക്രിമെന്റൽ ആവണം. അതായത് ഓൺലി എക്സ്ട്രാ കോസ്റ്റ് ഓർ റവന്യൂസ് ദാറ്റ് ഒക്കർ ബിക്കോസ് ഓഫ് ദ ഡിസിഷൻ ആർ റെലവന്റ്. ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് കാരണം എക്സ്ട്രാ വരുന്ന കോസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ റവന്യൂ ആയിരിക്കണം എന്തെന്ന് പറയുന്നത്, റെലവന്റ് കോസ്റ്റ് ഓർ റവന്യൂ എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്തിടാ, നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തു, സൈലത്തിൽ പോയിട്ട് PM ക്ലാസ് ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ റെലവന്റ് കോസ്റ്റ് എത്രയാ? 50. കാരണം എന്താ, നമുക്ക് എക്സ്ട്രാ ഒരു കോസ്റ്റ് അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു. 15 എന്ന് പറഞ്ഞ ഇൻകം നമുക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അപ്പൊ അതൊരു റെലവന്റ് കോസ്റ്റ് ആണ്. ഓക്കെ ആണോ? ഇൻക്രിമെന്റൽ ആയിരിക്കണം. നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് കാരണം നമുക്ക് എന്ത് വരണം, എക്സ്ട്രായോ അല്ലെങ്കിൽ ചേഞ്ചോ വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയാ, റെലവന്റ് കോസ്റ്റ് എന്ന് പേര് പറയാം. അപ്പൊ നമ്മൾ റെലവന്റ് കോസ്റ്റിന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഒന്ന് എന്തായിരിക്കണം, ഫ്യൂച്ചറിൽ ഹാപ്പൻ ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ നമ്മൾ എന്ത് പഠിച്ചു, ഇൻക്രിമെന്റൽ ആയിരിക്കണം. ഇൻക്രിമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ ഈ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് വഴി കോസ്റ്റോ റവന്യൂ എക്സ്ട്രാ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയാം, എന്താ പേര് പറയാ, ഇൻക്രിമെന്റൽ ആയിരിക്കാന്ന് പേര് പറയാം. ഓക്കെ, ഇനി മക്കളെ ഞാനൊരു സാറൊരു എക്സാമ്പിൾ ചെയ്തട്ടെ. മക്കളെ ഒരു കമ്പനി ഉണ്ട്, എ എന്ന് പറഞ്ഞ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രെഡ്സ് ആണ്. എന്താണ്, ബ്രെഡ് ആണ്. അവർക്ക് മക്കളെ ഫാക്ടറി റെന്റ് ഉണ്ട്. അതെന്താണ് ഫാക്ടറി റെന്റ്? ഒരു ഫിക്സഡ് കോസ്റ്റ് അല്ലേ. ഫാക്ടറി റെന്റ് വരുന്നത് അവർക്ക് 10,000 ആണ്. എന്താണ്, 10,000 ആണ്. അപ്പൊ മക്കളെ ഈ 10,000 ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ വരുന്ന കോസ്റ്റ് ആണ്. അപ്പൊ എന്താണത്, ഇറലവന്റ് ആണ്. എന്താണ് കോസ്റ്റ്? ഇറലവന്റ് ആണ്. ഫ്യൂച്ചറിലാണ് നമ്മൾ ഇനി എന്ത് വന്നാലും എക്സ്ട്രാ വരുന്ന കോസ്റ്റ് ആണോ ഇത്? അല്ല. എന്താണ്, ഇറലവന്റ് ആണ്. കാരണം നമ്മൾ ബ്രെഡിന് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ റെന്റ് എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. കമ്മിറ്റഡ് കോസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കമ്മിറ്റഡ് കോസ്റ്റ് ഒക്കെ എന്തായിരിക്കും, ഓൾവേസ് ഇറലവന്റ് ആയിരിക്കും. ഓക്കെ, എന്നാൽ ഫിക്സഡ് കോസ്റ്റ് മക്കളെ എപ്പോഴും എന്തല്ല, ഇറലവന്റ് അല്ല. ഫോർ എക്സാമ്പിൾ, ഈ ബ്രെഡ് കമ്പനി മക്കളെ ഫർദർ ആയിട്ട് ഒരു പുതിയ സ്ഥലം എടുത്തു. ഫർദർ ആയിട്ട് ഇവർ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതുതായി ഒരു സ്ഥലം റെന്റിന് എടുത്തു. ഓക്കെ, റെന്റിന് എടുത്തപ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്തു. നമ്മൾ പുതിയൊരു ഡിസിഷൻ എടുക്കല്ലേ, പുതിയൊരു ചോയ്സ്, ബ്രെഡിന് പകരം നമ്മൾ ബണ്ണും കൂടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു പുതിയ ചോയ്സ് ഓഫ് ഡിസിഷൻ ആണ് അല്ലെ. ഈ ഡിസിഷൻ ബണ്ണുണ്ടാക്കാൻ നമുക്ക് എന്ത് വേണ്ടി വന്നു, ഫാക്ടറി എക്സ്ട്രാ നമ്മൾക്ക് ഹയർ ചെയ്യേണ്ടി വന്നു അല്ലെ. എക്സ്ട്രാ നമുക്ക് വേണ്ടി വന്നപ്പോൾ നമുക്ക് കോസ്റ്റ് വന്നത് $500 ആണ് കൂട്ടിക്കോളും. അങ്ങനെയെങ്കിൽ ഈ കോസ്റ്റ് എന്താണ്, റെലവെന്റ് ആണ്. കാരണം എന്താ മക്കളെ, നമ്മൾ ഒരു ഡിസിഷൻ എടുത്ത സമയത്ത് നമുക്ക് എന്ത് വന്ന, എക്സ്ട്രാ വന്ന കോസ്റ്റ് ആണ് എന്ത്, ഈ ഒരു $500 എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എക്സ്ട്രാ വന്നൊരു കോസ്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഇൻക്രിമെന്റൽ ആണ്, അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതാണ്. അപ്പൊ അതെന്താണ്, റെലവെന്റ് കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, ഫ്യൂച്ചറിസ്റ്റിക് ആവണം റെലവെന്റ് കോസ്റ്റ്, അതേപോലെ തന്നെ ഇൻക്രിമെന്റൽ ആവണം. അടുത്ത മക്കളെ പറയുന്നത് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാലോ, അത് ക്യാഷ് ഫ്ലോ ആയിരിക്കണം. എന്തായിരിക്കണം അത് മക്കളെ ക്യാഷ് ഫ്ലോ ആയിരിക്കണം. ക്യാഷ് ഫ്ലോ ആയിരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് പോയിന്റ് നോക്കിയാലോ, ഓൺലി റിയൽ ക്യാഷ് മൂവ്മെന്റ്സ് മാറ്റർ. നോൺ ക്യാഷ് ഐറ്റംസ് സച്ച് ആസ് ഡിപ്രീസിയേഷൻ, ബുക്ക് വാല്യൂസ് ആർ ഇർറെലവെന്റ്. അതായത് മക്കളെ നമ്മൾ റെലവെന്റ് കോസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതെന്തായിരിക്കണം, ഓൾവേസ് അതൊരു ക്യാഷ് ഫ്ലോ ആയിരിക്കണം. ഡിപ്രീസിയേഷന്, ക്യാരിയിങ് വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ, ഇതൊന്നും എന്തല്ല, റെലവെന്റ് കോസ്റ്റ് അല്ല. അതെന്താണ്, ഇർറെലവൻസ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഒരു റെലവെന്റ് കോസ്റ്റ് ആവണമെങ്കിലുള്ള ഒന്നത് ഫ്യൂച്ചർ ആവണം, രണ്ടാമത്തത് ഇൻക്രിമെന്റൽ ആയിരിക്കണം, നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് വഴി നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കണം, മൂന്നാമത് നമ്മൾ പഠിച്ചു ഇറ്റ് ഷുഡ് ബി എ ക്യാഷ് ഫ്ലോ ആവണോടാ. അല്ലാതെ ഡിപ്രീസിയേഷൻ പോലുള്ള നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും എന്തല്ല, റെലവെന്റ് അല്ല. അതൊക്കെ നമ്മൾ ഇർറെലവെന്റ് കാറ്റഗറീസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. ഇത്രയും സെറ്റാണോ? ഇത്രയും സെറ്റാണെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് എല്ലാവരും, എല്ലാവരും ഒരു തംസപ്പ് ഇട്ടെ, സെറ്റ് ആണെങ്കിൽ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സ്പെഷ്യൽ പോയിന്റ്സുകൾ നോക്കാം ഇവിടെ. ഓക്കെ, നമുക്കറിയാം റെലവെന്റ് കോസ്റ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്
സങ്ക് കോസ്റ്റുകൾ. എന്താ സങ്ക് കോസ്റ്റുകൾ എന്ന് പറഞ്ഞാലടാ? സങ്ക് കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ വന്ന കോസ്റ്റുകൾ, പാസ്റ്റിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത കോസ്റ്റ്. നമ്മൾ നേരത്തെ ബസ്സിന്റെ പാസ് നമ്മൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഇനി എന്ത് ഡിസിഷൻ എടുത്തോട്ടെ, ആ ബസ്സിന്റെ പാസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഓൾറെഡി ഹാപ്പൻഡ് ആണ്. ഇറ്റ്സ് എ സങ്ക് കോസ്റ്റ്. അത് ഓൾവേസ് എന്തായിരിക്കും മക്കളെ? ഇഗ്നോർ ചെയ്യണം, വിച്ച് ഈസ് ഇറെലവെന്റ് ആണ്. ഇനി നമുക്ക് കമ്മിറ്റഡ് കോസ്റ്റ് നോക്കിയാലോ? കമ്മിറ്റഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇഗ്നോർ ചെയ്യണം. അതായത് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ പോലെ അല്ലെ, കമ്മിറ്റഡ് ആണ്, മസ്റ്റ് ബി പി റിഗാർഡ്ലെസ് ഓഫ് ദ ഡിസിഷൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഫാക്ടറി എടുത്തു അല്ലെ, ബ്രെഡ് നമ്മൾ നേരത്തെ തുടങ്ങി. ആ ബ്രെഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ, എങ്കിൽ നിങ്ങൾ ഫാക്ടറിക്ക് റെന്റ് കൊടുക്കാതിരിക്കണോ? നോ, അതെന്താണ്? ഒരു കമ്മിറ്റഡ് കോസ്റ്റ് ആണ്. പിന്നെ മക്കളെ ഫിക്സഡ് കോസ്റ്റ് യൂഷ്വലി എന്താണ്? ഇറെലവെന്റ് ആണ്. സാറ് പറഞ്ഞു അത് റെലവെന്റ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഏതായിരുന്നു റെലവെന്റ് ആവുന്ന സിറ്റുവേഷൻ? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ കാരണം നമുക്ക് എക്സ്ട്രാ ഫിക്സഡ് കോസ്റ്റ് വരികയാണെങ്കിൽ, അത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അത് ഇൻക്രിമെന്റൽ ആണ്, അത് ക്യാഷ് ഫ്ലോയും ആണെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? റെലവെന്റ് കോസ്റ്റ് ആയിരിക്കും. ഇപ്പൊ സാറ് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ബ്രെഡ് കമ്പനി ബണ്ണും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അവര് ഫർദർ ആയിട്ട് എന്ത് ചെയ്തു? ഒരു പുതിയ ഫാക്ടറി ഹയർ ചെയ്തു, അല്ലെങ്കിൽ ഒരു പുതിയ സ്പേസ് ഹയർ ചെയ്തു. അപ്പൊ അവർക്ക് എന്താണ്? ഇൻക്രിമെന്റൽ ഫിക്സഡ് കോസ്റ്റ് വരികയാണ്. ആ കോസ്റ്റ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കോസ്റ്റ് ആണ്. നമുക്കറിയാം, എക്സ്ട്രാ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് എക്സ്ട്രാ വന്ന കോസ്റ്റ് ആണ് അത്, അല്ലെ? റെന്റ് 500. പിന്നെ അതൊരു ക്യാഷ് ഫ്ലോ ആണ്. റെന്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ അല്ലേ. അപ്പോൾ എന്താണ്? അതൊരു റെലവെന്റ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്തല്ല? ഓൾവേസ് ഇറെലവെന്റ് അല്ല. സം കേസസിൽ, അതായത് ഇൻക്രിമെന്റൽ ഫിക്സഡ് കോസ്റ്റ് ഒക്കെ എന്താണ്? റെലവെന്റ് ആണ്. ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? എന്താണ് മക്കളെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? സാറ് പറഞ്ഞു തരട്ടെ. പഴയ എക്സാമ്പിളിലോട്ട് സാർ പറഞ്ഞുതരാൻ പോവാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മക്കളെ, നിങ്ങൾ സൈലത്തിൽ PM ക്യാമ്പസിൽ വന്ന് അറ്റൻഡ് ചെയ്യാന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ മുന്നിൽ 2 ചോയ്സ് ആയിരുന്നുള്ളത്. ഒന്നാമത്തേത് എന്തായിരുന്നു? നിങ്ങൾക്ക് സൈലത്തിൽ വന്ന് PM ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. രണ്ടാമത്തേത് എന്തായിരുന്നു? നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം വർക്ക് ഉണ്ട്. എത്ര ശമ്പളം കിട്ടുന്ന? പെർ ഡേ $15 കിട്ടുന്ന ഒരു എന്തുണ്ടായിരുന്നു? ഒരു പാർട്ട് ടൈം വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വായിച്ചു നോക്കിയാലോ? ആദ്യം നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ ബെനിഫിറ്റ് ലോസ് ഫ്രം ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അതായത് മക്കളെ, ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടമാവുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സാർ എക്സാമ്പിൾ നോക്കട്ടെ. നിങ്ങൾ ഇപ്പതാ ഒരു എന്ത് ചെയ്തു? സൈലത്തിൽ വന്ന് PM പഠിക്കാന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നഷ്ടമായ ബെനിഫിറ്റ് എന്താണ്? $50 നഷ്ടമായോ? ഇറ്റ് ഈസ് എ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് നമ്മൾ വേറൊരു ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നത് വഴി നമുക്കൊരു ബെനിഫിറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന $15 എന്താണ്? ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ റെലവെന്റ് കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓൾവേസ് എന്താണ് മക്കളെ? റെലവെന്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തായിരിക്കും? എപ്പോഴും റെലവെന്റ് ആയിരിക്കും. സെറ്റ് ആണോ? ഇനി നമുക്ക് നോക്കാനുള്ളത് മക്കളെ ഒന്ന് നോക്കിക്കേ. ഒരു എക്സാമ്പിൾ സാർ ചെയ്താം. എ മെഷീൻ ക്യാൻ മേക്ക് പ്രൊഡക്റ്റ് A ഓർ പ്രൊഡക്റ്റ് B. ഒരു മെഷീന്റെ മക്കളെ പ്രൊഡക്റ്റ് A യോ പ്രൊഡക്റ്റ് B യോ ഉണ്ടാക്കാൻ പറ്റും. ഇഫ് കമ്പനി ചൂസസ് മേക്ക് പ്രൊഡക്റ്റ് A, ഇറ്റ് ഗിവ്സ് അപ്പ് ദ പ്രോഫിറ്റ് ഇറ്റ് കുഡ് ഹാവ് മെയ്ഡ് ഫ്രം ദ പ്രൊഡക്റ്റ് B. അതായത് മക്കളെ, കമ്പനിക്ക് ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് A അല്ലെങ്കിൽ പ്രൊഡക്റ്റ് B ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പനി ചൂസ് ചെയ്യാണ് പ്രൊഡക്റ്റ് A എന്ത് ചെയ്യാം? ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് A എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ ചെയ്യാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവർ ഈ പ്രൊഡക്റ്റ് A ഉണ്ടാക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഇവർക്ക് നഷ്ടമാവുന്നത് എന്താടാ? പ്രൊഡക്റ്റ് Bന്റെ പ്രോഫിറ്റ് ആണോ? ആം ഐ റൈറ്റ്? പ്രൊഡക്റ്റ് ബിന്റെ പ്രോഫിറ്റ് നഷ്ടമാവല്ലേ? അപ്പൊ നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ആൾട്ടർനേറ്റീവിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പേര് പറയാം. ഓക്കെ, ദ ഫോർഗോൺ പ്രോഫിറ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ചൂസിങ് പ്രൊഡക്റ്റ് A. ഓക്കെ ആണോ? എല്ലാവർക്കും സെറ്റ് ആണോ? ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ. ഈ ഏരിയാസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ. നമ്മൾ റെലവെന്റ് കോസ്റ്റ് ആൻഡ് റവന്യൂസ് നോക്കി. എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്തേ. സെറ്റ് ആണ് എല്ലാവർക്കും? ഇതെല്ലാം ഓക്കെ അല്ലേ? ഇതൊന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ഏതൊക്കെയായിരുന്നു നമ്മൾ റെലവെന്റ് ആയിട്ടും ഇറെലവെന്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്ന കോസ്റ്റുകൾ ഏതൊക്കെയാണ്?
യു ഗൈസ് ഡൺ? ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് റെലവെന്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് ആണ്. ഓക്കെ, മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് ആണ് സാർ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് എങ്ങനെ കാണുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോന്നായി ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം. മെറ്റീരിയൽ എടുക്കാം. ഓക്കെ, നമുക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ട് അല്ലെ? മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻ സ്റ്റോക്കിൽ ഉണ്ടോ എന്ന് നോക്കും. നമ്മുടെ കമ്പനിയിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ഓക്കെ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് നമ്മുടെ കമ്പനിയിൽ മക്കളെ എന്തില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഫോർ എക്സാമ്പിൾ സാറ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യാണ്, ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫ്ലോർ എന്ന് പറഞ്ഞത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ഫ്ലോർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാങ്ങണ്ടേ മെറ്റീരിയൽ. അതിന്റെ റെലവെന്റ് കോസ്റ്റ് നമുക്ക് എങ്ങനെയാ കാണാൻ നോക്കാം. ഫ്ലോർ നിങ്ങൾ വാങ്ങണം അല്ലെ? ഫ്ലോർ മക്കളെ നിങ്ങളുടെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, നിങ്ങളുടെ കയ്യിലില്ല, ഒറ്റ ഫ്ലോറും ഇല്ല. നിങ്ങൾ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, നിങ്ങളുടെ കയ്യിൽ ഫ്ലോർ ഒറ്റ തരത്തിലുള്ള ഇൻ സ്റ്റോക്ക് ആയിട്ടില്ല നിങ്ങളുടെ കയ്യിൽ. അങ്ങനെയെങ്കിൽ അവിടെ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് പ്രൈസ് ആണ്. എന്താണ് അവിടെയുള്ള റെലവെന്റ് കോസ്റ്റ്? പർച്ചേസ് പ്രൈസ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ സാറ് നിങ്ങൾക്ക് വേണ്ടത് 5 കിലോഗ്രാം അല്ല 10 കിലോഗ്രാം എന്താണ്? ഫ്ലോർ ആണെന്ന് വിചാരിച്ചോ. 10 കിലോഗ്രാം ഫ്ലോർ ആണ് നിങ്ങൾക്ക് മെറ്റീരിയൽ ആയി ആവശ്യമുള്ളത്. അപ്പൊ 10 കിലോഗ്രാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, നിങ്ങളുടെ കയ്യിൽ എന്തില്ല, സ്റ്റോക്ക് ആയിട്ടില്ല ഈ ഫ്ലോർ. അപ്പൊ നിങ്ങളുടെ റെലവെന്റ് കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ പറയേണ്ടത് എത്രയാണ് റെലവെന്റ് കോസ്റ്റ്? എന്താണ് റെലവെന്റ് കോസ്റ്റ്? കറന്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും. എന്തായിരിക്കും? കറന്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും. എന്താ കറന്റ് പർച്ചേസ് പ്രൈസ് വരിക? സാറ് 10 കിലോഗ്രാം ഇപ്പോഴത്തെ കറന്റ് പർച്ചേസ് പ്രൈസ് ഫ്ലോറിന് പെർ കിലോഗ്രാം വരുന്നത് മക്കളെ സാറ് കോസ്റ്റ് ചെയ്തതാണ്. പെർ കിലോഗ്രാമിന് 100 ആണെന്ന് വിചാരിച്ചോളൂ. എത്രയാണ്? $100 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ റെലവെന്റ് കോസ്റ്റ് എത്രയാ മക്കളെ? ഈ ഫ്ലോറിന്റെ റെലവെന്റ് കോസ്റ്റ് എത്രയാണ് വരിക? എത്ര കിലോഗ്രാം ആണ് നമുക്ക് റിക്വയർഡ്? 10 കിലോഗ്രാം ആണ്. പെർ കിലോഗ്രാമിന്റെ പ്രൈസ് എത്രയാണ്? $100 ആണ്. അങ്ങനെയെങ്കിൽ റെലവെന്റ് കോസ്റ്റ് എത്രയാ മക്കളെ വരുന്നത്? 10 into 100 ചെയ്താൽ $1000 ആയിരിക്കും റെലവെന്റ് കോസ്റ്റ്. ഓക്കെ ആണോ? നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് റെലവെന്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ് അല്ലെ? മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് എങ്ങനെ കാണാമെന്ന്. അപ്പൊ നമ്മൾ ആദ്യം മെറ്റീരിയൽ റിക്വയർഡ് നോക്കും അല്ലെ? മെറ്റീരിയൽ റിക്വയർഡ് നമുക്ക് ഇവിടെ സാർ എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത് 10 കിലോഗ്രാം ആണ്. 10 കിലോഗ്രാം ആണ് മെറ്റീരിയൽ റിക്വയർഡ്. നമ്മൾക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുമ്പോൾ റെലവെന്റ് കോസ്റ്റ് എന്താണെടാ? റെലവെന്റ് കോസ്റ്റ് എന്താണ്? കറന്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിലില്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പോയി വാങ്ങണം അല്ലെ? 10 കിലോഗ്രാം ഫ്ലോർ നിങ്ങൾ എന്ത് ചെയ്യണം? പോയി വാങ്ങണം. അപ്പൊ നിങ്ങളുടെ റെലവെന്റ് കോസ്റ്റ് എന്തായിരിക്കും? കറന്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, നോക്കിക്കേ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഓക്കെ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എക്സാമ്പിൾ, മെറ്റീരിയൽ ഡി ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഓക്കെ, യു മസ്റ്റ് ബൈ ന്യൂ മെറ്റീരിയൽ. അതായത് മെറ്റീരിയൽ ഡി എന്തില്ല, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? പോയി മെറ്റീരിയൽ ഡി വാങ്ങും. അങ്ങനെയെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി റിക്വയർഡ് മക്കൾ എത്ര കിലോഗ്രാം ആണ്? ഡി എത്ര കിലോഗ്രാം വേണം? ഡി എത്ര കിലോഗ്രാം വേണം? 300 കിലോഗ്രാം വേണം. ഇപ്പോഴത്തെ കറന്റ് പർച്ചേസ് പ്രൈസ് എത്രയാ മക്കളെ? 12 പെർ കിലോഗ്രാം ആണ്. 12 കിലോഗ്രാം നമ്മൾ കൊടുക്കണം എന്ത് വാങ്ങണമെങ്കിൽ? ഡി വാങ്ങണമെങ്കിൽ. അങ്ങനെയെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് എന്താണ്? ഇറെലവെന്റ് ആണ് അല്ലെ? ഒറിജിനൽ കോസ്റ്റ് എന്താണ്? ഇറെലവെന്റ് ആണ്. അങ്ങനെയെങ്കിൽ റെലവെന്റ് കോസ്റ്റ് മക്കളെ പറഞ്ഞ എന്താ നമ്മൾ പറഞ്ഞത്? കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. എന്താണ്? കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. നമുക്കറിയാം എന്ത്? ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. ഇപ്പോഴത്തെ കറന്റ് പർച്ചേസ് പ്രൈസ് എത്രയാ മക്കളെ? $12 ആണ്. ഇൻറ്റു നമ്മുടെ എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളത്? 300 കിലോഗ്രാം. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3600 കിട്ടും. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഡീന്റെ എന്താ? ഡീന്റെ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3600 ആണ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇനി മക്കളെ നമുക്ക് നോക്കാനുള്ളത് അടുത്ത കേസ് ആണ്. ഓക്കെ, അടുത്ത കേസ് നോക്കിയാലോ? ഇനി നമ്മുടെ കയ്യിലിട സ്റ്റോക്കിൽ കുറച്ച് മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, മക്കളെ നമ്മുടെ കയ്യില് നമുക്ക് എത്ര കിലോഗ്രാം ഫ്ലോർ വേണ്ടിയിരുന്നത്? 10 കിലോഗ്രാം ആണ് ഫ്ലോർ വേണ്ടത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇൻ സ്റ്റോക്കിലായതുകൊണ്ട് മക്കളെ 2 കിലോഗ്രാം ഫ്ലോർ ഉണ്ട്. നമ്മുടെ കയ്യിൽ എത്രയുണ്ട്?
മെറ്റീരിയലായി ഫ്ലോർ എത്രയുണ്ട്? 2 കിലോഗ്രാം ഉണ്ട്. ഓക്കെ, നമ്മള് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നോക്കി മെറ്റീരിയൽ ഇൻ സ്റ്റോക്കിൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് നോക്കേണ്ടത് എന്താ മക്കളെ? ഇൻ റെഗുലർ യൂസ് ആൻഡ് വിൽ ബി റീപ്ലേസ്ഡ്. നമ്മൾ ഈ ഫ്ലോർ റെഗുലറായി യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ? അങ്ങനെ. അതല്ലെങ്കിൽ രണ്ടാമത് നോക്കേണ്ടത് വിൽ നോട്ട് ബി റീപ്ലേസ്ഡ്. നമുക്ക് ഈ ഫ്ലോർ ഇനി വേണ്ട, നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഫ്ലോർ ഇനി വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നില്ല, ഫ്ലോർ യൂസ് ചെയ്യാത്തൊരു കമ്പനിയാണ്. അങ്ങനെയെങ്കിലുള്ള കാര്യങ്ങളാണ് മക്കളെ. ഇൻസ്റ്റോക്കിലാണെങ്കിൽ, ഇൻസ്റ്റോക്കിൽ ഉണ്ട്, നിങ്ങൾ റെഗുലറായിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ 2 കിലോഗ്രാം ഈ ഒരു ഫ്ലോർ ഉണ്ടാക്കാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? പുതിയ ഫ്ലോർ കൊണ്ടുവന്ന് 2 കിലോഗ്രാം എന്ത് ചെയ്യണം? നിറയ്ക്കണം. ഓക്കെ, അതാണ് റീപ്ലേസ്മെന്റ് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കമ്പനി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇടാ കറന്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും. എന്തായിരിക്കും? കറന്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? കറന്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് കേസിലെ സ്റ്റോക്കിലുണ്ട്, നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട്, റെഗുലർ യൂസ് ആണ്, നമ്മൾ റെഗുലർലി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലേ രണ്ടാമത്തെ സിറ്റുവേഷൻ പറയുന്നതിലെ റെഗുലർലി യൂസ് ആൻഡ് വിൽ ബി റീപ്ലേസ്ഡ്. നമുക്ക് അത് എന്ത് ചെയ്യണം? ആവശ്യമാണ്, വിൽ ബി റീപ്ലേസ് ചെയ്യണം. ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നാളെ നമുക്ക് ആ ഫ്ലോർ എന്ത് ചെയ്യേണ്ടി വരും? ആവശ്യം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ മെറ്റീരിയലിന്റെ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു എന്താണ്? കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. ഓക്കെ, ഇവിടെ ഇതിലേക്ക് റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷനിൽ എന്താണ് മക്കളെ? കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. എക്സാമ്പിൾ എടുക്കട്ടെ സാറ്. മെറ്റീരിയൽ എ ഈസ് ഇൻ ദ സ്റ്റോർ. മെറ്റീരിയൽ എത്രയുണ്ട് മക്കളെ? എ സ്റ്റോറിൽ ഉണ്ട്. ഓക്കെ ആണോ? ഇറ്റ് ഈസ് യൂസ്ഡ് റെഗുലർലി ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ റെഗുലർലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. സോ ഇഫ് യു യൂസ് ഇറ്റ് യു മസ്റ്റ് ബൈ മോർ. അതായത് നമ്മൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ബൈ മോർ. ഇപ്പോ 2 കിലോഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 2 കിലോഗ്രാം റീപ്ലേസ് ചെയ്യണം. കാരണം കമ്പനി എന്ത് ചെയ്യുന്നതാണ്? ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. കമ്പനി എന്ത് ചെയ്യുന്ന? ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഫ്ലോർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ കമ്പനിയിൽ ക്വാണ്ടിറ്റി റിക്വയർഡ് 100 കിലോഗ്രാം ആണ്. എത്രയാണ് മക്കളെ? ക്വാണ്ടിറ്റി റിക്വയർഡ് 100 കിലോഗ്രാം ആണ്. കറന്റ് പർച്ചേസ് പ്രൈസ് എത്രയാണ്? $8 പെർ കിലോഗ്രാം. എന്താണ് കറന്റ് പർച്ചേസ് പ്രൈസ്? $8 പെർ കിലോഗ്രാം. ഒറിജിനൽ കോസ്റ്റ് മക്കളെ ആ ഒരു മെറ്റീരിയൽ ഏക്ക് വരുന്ന 6 കിലോഗ്രാം. റെലവെന്റ് ആണോ? ഇറലവെന്റ് ആണോ? ഇറലവെന്റ് ആണ്. ഒറിജിനൽ കോസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു പോയ കോസ്റ്റ് ആണ്. ഇറ്റ്സ് എ സങ് കോസ്റ്റ് ആണ്, ഇറലവെന്റ് കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യണോ വേണ്ട? നമുക്ക് എന്ത് ചെയ്യാം? നേരെ വെട്ടിക്കളയാം അല്ലെ? അപ്പൊ നമ്മളോട് പറഞ്ഞത് ക്വാണ്ടിറ്റി റിക്വയർഡ് 100 കിലോഗ്രാം ആണ്. കറന്റ് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാടാ? $8 പെർ കിലോഗ്രാം ആണ് അല്ലെ? ഒറിജിനൽ കോസ്റ്റ് ഇറലവെന്റ് ആണ്, നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ടതില്ല അല്ലെ? അങ്ങനെയെങ്കിൽ റെലവെന്റ് കോസ്റ്റ് എന്തായിരിക്കും എടാ? എന്തായിരിക്കും റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? കറന്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും. എത്രയായിരിക്കും? കറന്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും. എത്രയാ മക്കളെ കറന്റ് പർച്ചേസ് പ്രൈസ്? ഈ 100 കിലോഗ്രാം മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങി റീപ്ലേസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് വരുന്ന ഇത് എത്രയാണ്? റെലവെന്റ് കോസ്റ്റ് എത്രയാണ്? 100 കിലോഗ്രാം ഇൻറ്റു $8 ആണ് എപ്പോഴത്തെ എന്ത്? കറന്റ് പർച്ചേസ് പ്രൈസ്. അങ്ങനെയെങ്കിൽ എത്ര വരും ഇടാ? $800 വരും. ഓക്കെ ആണോ ഈ രണ്ട് ടേം മക്കളെ? ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഈ രണ്ട് ടേമും. മെറ്റീരിയൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിലും അതേപോലെ തന്നെ മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ആണ്, മറിച്ച് അതെന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി റെഗുലർ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഒന്ന് നോക്കിക്കേ. ഓക്കെ ആണോ? അപ്പൊ നമ്മള് മെറ്റീരിയലിന്റെ രണ്ട് കേസസ് പഠിച്ചു അല്ലെ? ഏതൊക്കെയായിരുന്നു കേസസ് പഠിച്ചത്? നോക്കിക്കേ, ഏതൊക്കെയാ കേസസ് പഠിച്ചത്? മെറ്റീരിയൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിലും അതേപോലെ തന്നെ ഇൻ സ്റ്റോക്ക് ആണെങ്കിലും ഉള്ള കാര്യങ്ങൾ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ എന്താണ് മക്കളെ റെലവെന്റ് കോസ്റ്റ്? കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. ഇനി മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ആണ്, സ്റ്റോക്കിലുണ്ട്, അത് നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന എന്താണ്? മെറ്റീരിയൽ ആണ്. അങ്ങനെയെങ്കിൽ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താടാ? പർച്ചേസ് പ്രൈസ് ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിലൊക്കെ നോക്കിയാലോ. നമുക്ക് മക്കളെ നമ്മുടെ കയ്യിൽ 2 കിലോഗ്രാം ഫ്ലോർ ഉണ്ട്, എന്നോ നമ്മൾ വാങ്ങി വെച്ചതാ 2 കിലോഗ്രാം ഫ്ലോർ. അതിനെ കൊണ്ട് ഇനി ഒരു ഉപകാരമില്ല. കമ്പനി ബ്രെഡ് എന്ന് പറഞ്ഞ സാധനമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യേണ്ടതില്ല? റീപ്ലേസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കമ്പനിയിൽ എന്നോ ഉള്ള എന്താണ്? പ്രൊഡക്റ്റ് ആണ്. ഓക്കെ,
അപ്പൊ അങ്ങനെയാണെങ്കിലുള്ള റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാലോ. അങ്ങനെയാണെങ്കിൽ വരുന്ന റെലവന്റ് കോസ്റ്റ് എന്ന് മക്കളെ പറഞ്ഞേ, എങ്ങനെയാ റെലവന്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ആ പോയിന്റിൽ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ ലോസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇഫ് മെറ്റീരിയൽ ഈസ് യൂസ് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് എൽസ്വർ. അപ്പൊ നമുക്ക് അതിൻ്റെതൊന്ന് നോക്കി നോക്കിയാലോ. ഓക്കെ, നമുക്ക് മക്കളെ 2 പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് നോക്കിക്കേ, നമുക്ക് ഈ മെറ്റീരിയൽ റീപ്ലേസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഇനി മക്കളെ ഈ മെറ്റീരിയലിന് അതർ അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടെങ്കിൽ, ഈ മെറ്റീരിയൽ നമുക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിലേക്ക് യൂസ് ചെയ്യാൻ പറ്റെങ്കിൽ എന്താണ് റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? യെസ് ആണെങ്കിൽ, പറ്റുമെങ്കിൽ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹയർ ഓഫ് വാല്യൂ ഇൻ അതർ യൂസ് ഓർ സ്ക്രാപ്പ് വാല്യൂ. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് മക്കളെ ആൾട്ടർനേറ്റീവായി ഫ്ലോർ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഈ 2 കിലോഗ്രാം. അങ്ങനെയെങ്കിൽ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്രാപ്പ് ഓർ ഡിസ്പോസൽ വാല്യൂ ആണ്. എന്താണ് റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? സ്ക്രാപ്പ് ഓർ ഡിസ്പോസൽ വാല്യൂ. സാർ ഒന്നും കൂടി പറഞ്ഞു തരട്ടെ. ഈ ഒരു സിറ്റുവേഷൻ മക്കളെ നമ്മൾ പറഞ്ഞു, സാർ ഒന്ന് റബ്ബ് ചെയ്യട്ടെ മക്കളെ. നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഉണ്ട്, നമ്മുടെ കയ്യിൽ 2 കിലോഗ്രാം എന്തുണ്ട്? ഫ്ലോർ മെറ്റീരിയൽ ആയി നമ്മുടെ കയ്യിലുണ്ട്. ഈ മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം കമ്പനി എന്നോ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഡക്ഷൻ ഒക്കെ ബ്രെഡിന്റെ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ ബാക്കിയുള്ള മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയലിന്റെ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓക്കെ, ഈ മെറ്റീരിയൽ മക്കളെ അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. ഈ മെറ്റീരിയൽ ഈ ഒരു ഫ്ലോർ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, അതിലേക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ ഓഫ് വാല്യൂ ഇൻ അതർ യൂസ്, അതല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ. ഈ 2 വാല്യൂയിൽ ഏതാണോ ഹയർ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ മെറ്റീരിയലിന്റെ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. മക്കളെ, ഈ ഫ്ലോർ വെച്ചിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ല. ഈ ഒരു ഫ്ലോർ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് യാതൊരുവിധ ഉപകാരവും ഇല്ല. നിങ്ങൾക്ക് അൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിലോട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. നോ ആണെങ്കിൽ അതിന്റെ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ഡിസ്പോസൽ വാല്യൂ. നിങ്ങൾക്ക് അത് വിൽക്കാം പുറത്തു പോയി, അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മെറ്റീരിയലിന്റെ എല്ലാ കേസസും കഴിഞ്ഞു. മെറ്റീരിയലിന്റെ റെലവന്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതിന്റെ മുന്നേ സാർ ഇവിടെ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. ഓക്കെ, മെറ്റീരിയൽ ഇൻസ്റ്റോക്കിലുണ്ട്, നമ്മുടെ ഇൻസ്റ്റോക്കിലുണ്ട് മക്കളെ, നമ്മുടെ കയ്യിലുണ്ട്. എന്ത് ചെയ്യേണ്ടതില്ല? റീപ്ലേസ് ചെയ്യേണ്ടതില്ല. ഈ മെറ്റീരിയലിന് മക്കൾ ഒരു ആൾട്ടർനേറ്റീവ് യൂസും ഇല്ല. അങ്ങനത്തെ കേസ് ആണെങ്കിൽ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? സ്ക്രാപ്പ് വാല്യൂ ആണ്. എന്താണ് റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? സ്ക്രാപ്പ് വാല്യൂ ആണ്. എക്സാമ്പിൾ നോക്കാം. മെറ്റീരിയൽ ബി ഈസ് ലൈയിങ് അൺയൂസ്ഡ് ഇൻ സ്റ്റോർ. മെറ്റീരിയൽ ബി എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, അത് അൺയൂസ്ഡ് ആണ് സ്റ്റോറിൽ. വിൽ നോട്ട് ബി റീപ്ലേസ്ഡ്. അത് കമ്പനി എന്ത് ചെയ്യാൻ പോകുന്നില്ല. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ അത് ഇങ്ങനെ എന്താണ് വേസ്റ്റ് ആയി അവിടെ കെടുക്കുകയാണ്, അതിനെ കൊണ്ട് യൂസ് ഒന്നും ഇല്ല. അപ്പോ നമ്മളെ കമ്പനിയിൽ അതിനെ റീപ്ലേസ് ചെയ്യുക അവര് ഇല്ല, കാരണം അവർക്ക് ഇനി വേണ്ടത് അല്ലെ. അപ്പൊ നോ റീപ്ലേസ് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ക്വാണ്ടിറ്റി റിക്വയർഡ് എത്രയാണ്? 50 കിലോഗ്രാം ആണ്. സ്ക്രാപ്പ് വാല്യൂ മക്കളെ കിട്ടുന്നത് $2 per കിലോഗ്രാം ആണ്. ഒറിജിനൽ കോസ്റ്റ് എന്താ മക്കളെ പറയുന്നത്? ഒറിജിനൽ കോസ്റ്റ് $10 per കിലോഗ്രാം ആണ്. അത് റെലവെന്റ് ആണോ? ഒറിജിനൽ കോസ്റ്റ് നമ്മൾ അന്ന് വാങ്ങാൻ കൊടുത്ത പൈസ 10 കിലോഗ്രാം, പാസ്റ്റിൽ നമ്മൾ ആ ഫ്ലോർ വാങ്ങാൻ കൊടുത്ത പൈസനെയാണ് നമ്മൾ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് $10 ആണ്. അതിനിപ്പോ പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല. അതെന്താണ്? സങ്ക് കോസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണോ? നേരെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം അല്ലെ. സങ്ക് കോസ്റ്റ് നമുക്കറിയാം. സങ്ക് കോസ്റ്റ് എന്താണ്? ഇറെലവെന്റ് ആണ്. അപ്പൊ മക്കളെ പറയുന്നുണ്ട് നോ അതർ പോസിബിൾ യൂസ്. ഈ മെറ്റീരിയൽ ബീനെ കൊണ്ട് ഒരു യൂസും തന്നെ ഇല്ല. ഇതിങ്ങനെ ഇവിടെ എന്ത് ചെയ്യാണ്? കിടക്കുകയാണ്. ഈ മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ മെറ്റീരിയൽ കൊണ്ട് എന്തില്ല? ഒരു അൾട്ടർനേറ്റീവ് യൂസും ഇല്ല. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഒരു അൾട്ടർനേറ്റീവ് യൂസും ഇല്ലെങ്കിൽ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? സ്ക്രാപ്പ് വാല്യൂ ആണ്. എത്രയാണ് റെലവെന്റ് കോസ്റ്റ്? സ്ക്രാപ്പ് വാല്യൂ. അങ്ങനെയെങ്കിൽ മക്കളെ ഇവിടുത്തെ റെലവെന്റ് കോസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എങ്ങനെയാ റെലവെന്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? സ്ക്രാപ്പ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? 50 കിലോഗ്രാം ആണ് എന്തുള്ളത്? നമ്മുടെ കയ്യിൽ എന്തുള്ളത്? മെറ്റീരിയൽ ഉള്ളത് 50 കിലോഗ്രാം ആണ് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉള്ളത്. 50 കിലോഗ്രാം ഇൻറ്റു ഇപ്പൊ എത്രയാ മക്കളെ സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നത്? 1 കിലോഗ്രാമിന് എത്ര സ്ക്രാപ്പ് വാല്യൂ കിട്ടും? $2 കിട്ടും. അങ്ങനെയെങ്കിൽ റെലവെന്റ് കോസ്റ്റ് എത്രയാണ്? $100 ആണ് റെലവെന്റ് കോസ്റ്റ്. അപ്പൊ മക്കളെ നമ്മളിപ്പോ പഠിച്ച കേസ് എന്താണ്? മെറ്റീരിയൽ ഇൻ സ്റ്റോക്കിലുണ്ട്, നമ്മൾ അതിനെന്ത് ചെയ്യാൻ പോകുന്നില്ല? റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അത് എന്നോ വാങ്ങി വെച്ചതാണ്, നമുക്ക് അതിനോട് അൾട്ടർനേറ്റീവ് യൂസും ഇല്ല. അങ്ങനത്തെ മൊമെന്റിൽ ആ മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇനി നമുക്ക് അടുത്ത കേസ് ഒന്ന് നോക്കാം.
അടുത്ത കേസ് എന്താണ്? സ്റ്റോക്കിൽ ഉണ്ട് മെറ്റീരിയൽ, വിൽ നോട്ട് ബി റീപ്ലേസ്ഡ്. അതെന്ത് ചെയ്യേണ്ട കാര്യമില്ല, റീപ്ലേസേ ചെയ്യേണ്ട. പക്ഷെങ്കിൽ ഹാസ് ആൾട്ടർനേറ്റീവ് യൂസ്. നിങ്ങളുടെ കയ്യിൽ ഫ്ലോർ ഉണ്ട്, അതെന്ത് ചെയ്യേണ്ടതില്ല, റീപ്ലേസ് ചെയ്യേണ്ടതില്ല. കമ്പനി ബ്രെഡിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നിർത്തിയതാന്ന് വിചാരിച്ചോ, പക്ഷെങ്കിൽ ഈ ഫ്ലോർ വെച്ചിട്ട് നിങ്ങൾക്ക് അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടടാ. എന്തുണ്ട്? ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ റെലവെന്റ് കോസ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചത്? ഹയർ ഓഫ് വാല്യൂ ഇൻ അൾട്ടർനേറ്റീവ് യൂസ് ഓർ സ്ക്രാപ്പ് വാല്യൂ. ഇതിൽ ഏത് ഫിഗർ ആണോ ഹയർ അതായിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം? റെലവെന്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. സാർ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. മക്കളെ, മെറ്റീരിയൽ സി ഉണ്ട്, അൺയൂസ്ഡ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. വിൽ നോട്ട് ബി റീപ്ലേസ്ഡ്. അത് റീപ്ലേസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം കമ്പനി ആ പ്രൊഡക്ഷനെ നിർത്തിയതായിരിക്കാം, അതുകൊണ്ട് കമ്പനിയിൽ വേസ്റ്റ് ആയി കിടക്കുകയാണത്. ഇറ്റ് ഹാസ് ആൻ അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടടാ വേർ ഇറ്റ് കുഡ് ഏൺ കോൺട്രിബ്യൂഷൻ. ഈ ഒരു മെറ്റീരിയൽ സി അൾട്ടർനേറ്റീവ് ആയി യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കുറച്ച് കോൺട്രിബ്യൂഷൻ കിട്ടും. നമ്മൾ വേറെ ഏതോ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതോ പ്രൊഡക്റ്റ് ആക്കി വിൽക്കുക, എന്തെങ്കിലും ഫർദർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടുന്ന പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി എത്രയാണ് മക്കളെ? 200 കിലോഗ്രാം ആണ്. സ്ക്രാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കിലോഗ്രാമിന് എത്ര കിട്ടും? $1 കിട്ടും. ഒരു കിലോഗ്രാമിന് എത്ര കിട്ടും? $1 കിട്ടും. ആൾട്ടർനേറ്റീവ് യൂസ് മക്കളെ പറയുന്നത് ഇറ്റ് ക്യാൻ സേവ് $5 per kilogram ഇൻ അനദർ പ്രൊജക്ട്. അപ്പൊ മക്കളെ, ഈ ഒരു സി എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ വേറൊരു പ്രൊഡക്റ്റിന് പകരം യൂസ് ചെയ്യാണ്. ഇപ്പൊ ഡി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് വേറൊരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിക്ക് പകരം മക്കളെ ഈ എന്ത് ചെയ്യാം? സീനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡീന്റെ പ്രൈസ് എക്സാമ്പിൾ സാറ് പറയുകയാണെങ്കിൽ സാറ് പറയാണ് $10. അതിന് പകരം സി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് 5 ഉള്ളതെങ്കിൽ അവിടെ നമുക്ക് എത്ര കോസ്റ്റ് സേവ് ആവുകയാണ്? 5 കോസ്റ്റ് സേവ് ആവുകയാണ്. അതാണ് ഈ പോയിന്റ് പറയുന്നത്. അതായത് അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടടാ എന്തിന്? സിന് അൾട്ടർനേറ്റീവ് ആയി യൂസ് ചെയ്യാം വേറൊരു പ്രൊജക്റ്റിൽ എന്ത് ചെയ്യാം? അൾട്ടർനേറ്റീവ് ആയി യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന സേവിങ് എത്രയാ വരുന്നത്? $5 ആണ് സേവിങ് വരുന്നത്. അങ്ങനെയെങ്കിൽ മക്കളെ, ഇവിടെ വരുന്ന ലോവ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ വരുന്ന റെലവെന്റ് കോസ്റ്റ് എത്രയാണ്? നമുക്കറിയാം, മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ആണ്, കമ്പനി റീപ്ലേസ് ചെയ്യുന്നില്ല മെറ്റീരിയൽ, പക്ഷെ അതിന് അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹയർ ഓഫ് വാല്യൂ ഇൻ അൾട്ടർനേറ്റീവ് യൂസ് ഓർ സ്ക്രാപ്പ് വാല്യൂ. അപ്പൊ നമുക്ക് രണ്ട് ചെയ്താം. സ്ക്രാപ്പ് എടുക്കുകയാണെങ്കിൽ സാറ് സ്ക്രാപ്പ് വാല്യൂ എത്രയാണ് മക്കളെ പെർ കിലോഗ്രാമിന് കിട്ടിയ? സ്ക്രാപ്പ് $1 ആണ് പെർ കിലോഗ്രാം. അങ്ങനെ 200 കിലോഗ്രാമിന് നമുക്ക് എത്രയേ കിട്ടുള്ളൂ? $1 കിട്ടുള്ളൂ. അപ്പൊ എത്രയാ? 200 തന്നെ വരും. എത്ര വരും? $200 തന്നെ വരും അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആൾട്ടർനേറ്റീവ് യൂസ് നോക്കിയാലോ. ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുകയാണെങ്കിൽ മക്കളെ എത്രയാ വരുന്നത്? റെലവെന്റ് കോസ്റ്റ് പറഞ്ഞുതരോ. 200 കിലോഗ്രാം ആണ്. ഇൻറ്റു ഇവിടെ എത്രയാ വരുന്നത്? ഇൻറ്റു എത്രയാണ് സേവ് ആവുന്നത് കോസ്റ്റ്? $5. എത്രയാ വരിക? 200 കിലോഗ്രാം ഇൻറ്റു 5 ചെയ്യുമ്പോൾ 200 എത്ര വരും? 1000. ഏതാ നമ്മൾ ചൂസ് ചെയ്യുക? സ്ക്രാപ്പ് ചെയ്യോ? ഇല്ല. കാരണം നമുക്ക് സ്ക്രാപ്പ് ചെയ്താൽ 200 കിട്ടുള്ളൂ. പക്ഷെങ്കിൽ നമ്മൾ ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്താൽ 1000 ആണ് ബെനിഫിറ്റ്. അപ്പൊ നമ്മൾ ഏതാ റെലവെന്റ് കോസ്റ്റ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ടായിരിക്കാം? ഏതാ ഹയർ വാല്യൂ ഏതാ? യെസ്, ഹയർ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതായിരിക്കും? 1000 ആയിരിക്കും. ഓക്കെ ആണോ? സെറ്റ് ആണോ? മെറ്റീരിയലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചാണ്. നമുക്ക് എന്ത് ചെയ്യാം? കപ്ലാനും BPP-യിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ സാറ് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്തേ. 17th ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഐ വിൽ ഗിവ് യു 5 minutes.
ആൻസർ കിട്ടിയോടാ? നമുക്ക് നോക്കിയാലോ. ഓക്കെ, എന്താണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റെലവെന്റ് കോസ്റ്റ് ഓഫ് എ മെറ്റീരിയൽ ഫോർ ദ സ്പെഷ്യൽ കോൺട്രാക്ട്? ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ കോൺട്രാക്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ യു കമ്പനിന്റെ. അപ്പൊ അതിന് എത്രയായിരിക്കും ഇവിടെയുള്ള മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാലോ. യു കമ്പനി ഹാസ് ബീൻ ആസ്ക്ഡ് ടു കോട്ട് ഫോർ എ സ്പെഷ്യൽ കോൺട്രാക്ട്. അവരോട് എന്തോ ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോളോയിങ് ഇൻഫോർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ നീഡഡ് ഹാസ് ബീൻ ഗിവൺ. നമുക്ക് മെറ്റീരിയൽ, ഒരു ആവശ്യമുള്ള മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡാറ്റാസ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആവശ്യമുള്ള മെറ്റീരിയൽ. മെറ്റീരിയൽ ഏതാണ് നമുക്ക് വേണ്ടത്? മെറ്റീരിയൽ എക്സ് ആണ്. മെറ്റീരിയൽ എക്സിന്റെ ഒറിജിനൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? $5 per kilogram. ഒറിജിനൽ കോസ്റ്റ് മക്കളെ എന്ത് കോസ്റ്റ് ആണ്? സങ് കോസ്റ്റ് ആണ്. അത് കഴിഞ്ഞു പോയ കോസ്റ്റ് ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യോ റെലവെന്റ് കോസ്റ്റ് എടുക്കുമ്പോൾ? ഇല്ല. വിച്ച് ഈസ് എ സങ് കോസ്റ്റ്, വിച്ച് ഈസ് എ പാസ്റ്റ് കോസ്റ്റ്. അത് ഒരിക്കലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അതെന്താണ്? ഇറെലവെന്റ് കോസ്റ്റ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യണോ? വേണ്ട. അപ്പൊ നമ്മൾ ഒറിജിനൽ കോസ്റ്റ് റെലവെന്റ് കോസ്റ്റിൽ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. ഇനി മക്കളെ സ്ക്രാപ്പ് വാല്യൂ. നമുക്ക് ഇവരെന്തോ ഒരു പ്രൊഡക്റ്റ് പറയുന്നുണ്ട്. മെറ്റീരിയൽ എക്സ് നമ്മൾ കൊണ്ടുപോയി സ്ക്രാപ്പ് ചെയ്യാണ്, നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് പെർ കിലോഗ്രാമിന് എത്ര കിട്ടും? 0.5 വെച്ചിട്ട് കിട്ടും. ഇനി മക്കളെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ മെറ്റീരിയൽ എക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കമ്പനിയിലോട്ട് തിരിച്ച് റീപ്ലേസ് ചെയ്ത് വെക്കണം എന്നുള്ള മട്ടാണെങ്കിൽ അത് നമ്മൾ എത്ര കൊടുത്ത് വാങ്ങണം? മെറ്റീരിയൽ എക്സ് പുറത്ത് സപ്ലയർ എടുത്തുനിന്ന് 5.5 വെച്ചിട്ട് വാങ്ങണം. ഈ മൂന്നെണ്ണം ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഒറിജിനൽ കോസ്റ്റ് എടുക്കാത്തത് ഓക്കെ അല്ലേ? സങ് കോസ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യില്ല? റെലവെന്റ് കോസ്റ്റിൽ കൺസിഡർ ചെയ്യത്തില്ല. മക്കളെ നമ്മളോട് പറയാണ്, ഈ ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റിന് 10 കിലോഗ്രാം മെറ്റീരിയൽ എന്ത് വേണം? എക്സ് വേണം. മെറ്റീരിയൽ എക്സ് എത്ര വേണം? 10 കിലോഗ്രാം വേണം. There are 250 kilograms of this material in inventory which was purchased in error over 2 years ago. നമ്മൾ 2 വർഷം മുന്നേ എറർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു മെറ്റീരിയൽ എക്സ് 250 കിലോഗ്രാം ഓർഡർ ചെയ്ത് വെച്ചത് നമ്മുടെ ഇൻവെന്ററിയിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ മെറ്റീരിയൽ എക്സിനെ മക്കളെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എ കോസ്റ്റ് ഓഫ് 2 per kilogram നമുക്ക് എന്ത് ചെയ്യാം? 2 per kilogram. It could then be used as a substitute for material Y which is an regular use and currently cost at 6 per kilogram. നമ്മൾ 2 ആയിട്ട് ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, $2 കൊടുത്തിട്ട് ഈ മെറ്റീരിയൽ എക്സിനെ ഫർദർ ആയി പ്രോസസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയൽ വൈ ആയി ഉപയോഗിക്കാം എന്നാ പറയുന്നത്. മെറ്റീരിയൽ വൈ മക്കളെ കറന്റ് ഇപ്പൊ എത്രയാ? മാർക്കറ്റിൽ പോയി മെറ്റീരിയൽ വൈ വാങ്ങണമെങ്കിലുള്ള കോസ്റ്റ് എത്രയാ? $6 ആണ്. പക്ഷെങ്കിൽ നമ്മൾ ഈ ഉള്ള മെറ്റീരിയൽ എക്സിനെ $2 കൊടുത്ത് ഫർദർ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ വൈ ആയി എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു മെറ്റീരിയലിന്റെ എന്താ ചോദിച്ചത്? റെലവെന്റ് കോസ്റ്റ് ആണ് മക്കളെ ചോദിച്ചത്. നമുക്കറിയാം അല്ലെ? നമുക്കറിയാം മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ആണ്. മെറ്റീരിയൽ എന്താണ് സാറാ? സിറ്റുവേഷൻ ഗ്രാഫ് പറഞ്ഞു തരട്ടെ. മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ആണ്. മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ആണ്. കമ്പനി മക്കളെ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് 2 കൊല്ലം മുന്നേ എറർലി വാങ്ങിപ്പോയതാണ് ഈ മെറ്റീരിയൽ എക്സ്. അപ്പൊ ഇവരത് റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? കമ്പനിയിലോട്ട് പിന്നെ ഇങ്ങനെ റെഗുലർ യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് 2 കൊല്ലമായിട്ട് ഇൻവെന്ററിയിൽ കിടക്കുന്നുണ്ടായിരിക്കോ? ഇല്ല. അപ്പൊ ഇവിടെ എന്തില്ല? നോ റീപ്ലേസ്മെന്റ്. നോ റീപ്ലേസ്മെന്റ് ആണ് അല്ലെ? അപ്പൊ തന്നെ നമുക്ക് കേസ് കത്തിയില്ലേ? ഏതാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് വരിക. പക്ഷെങ്കിൽ ഇവിടെ എന്തുണ്ട്? അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടോ? ഈ മെറ്റീരിയലിന് അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട് അല്ലെ? നമ്മൾ 2 കൊടുത്ത് ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മെറ്റീരിയലിനെടാ നമുക്ക് മെറ്റീരിയലിന് എന്ത് ചെയ്യാം? വൈ ആയി ഉപയോഗിക്കാം. അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. അപ്പൊ സാറ് ഗ്രാഫിൽ എഴുതിയ അൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ കേസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് സാർ RC എന്ന് എടുക്കുകയാണെ ഹയർ ഓഫ് എന്താണ്? ഹയർ ഓഫ് വാല്യൂ ഇൻ യൂസ് ആസ് ആൾട്ടർനേറ്റീവ് ആയി യൂസ് ചെയ്യുന്ന വാല്യൂ, അതല്ലെങ്കിൽ ഏതായിരിക്കും? ഓർ സ്ക്രാപ്പ് വാല്യൂ. അപ്പൊ നമുക്ക് രണ്ടും കണ്ടുനോക്കാം അല്ലെ? സ്ക്രാപ്പ് വാല്യൂ ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? റെലവെന്റ് കോസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം. ഈ സ്പെഷ്യൽ കോൺട്രാക്ട് മക്കളെ ആദ്യം സ്ക്രാപ്പ് വാല്യൂ കാണുകയാണെങ്കിൽ സാറ് സ്ക്രാപ്പ്, ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റിന് എത്ര കിലോഗ്രാം മെറ്റീരിയലാണ് നമുക്ക് വേണ്ടത്? അതാട്ടോ എടുക്കേണ്ടത്. ടോട്ടൽ ഇൻവെന്ററിയിലുള്ളതല്ല നമ്മൾ എടുക്കേണ്ടത്, ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റിന്. കാരണം ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ കോൺട്രാക്റ്റിന് വേണ്ട മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചത് അല്ലെ? സ്ക്രാപ്പ് ആയിട്ട് മക്കളെ നമുക്ക് നോക്കാം. സ്ക്രാപ്പിന് എത്രയാ കിട്ടുന്നത്? 0.5 per kilogram. നമ്മൾ എത്രയാ ഈ ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റിന് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്? 10 കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ സ്ക്രാപ്പ് കഴിഞ്ഞാൽ എത്രയാ വാല്യൂ വരുന്നുണ്ടായിരിക്കാം? സ്ക്രാപ്പിന്റെ വാല്യൂ എന്ന് പറഞ്ഞ് എത്രയാ വരുന്നുണ്ടായിരിക്കാം? നമുക്ക് നോക്കാലോ. എത്രയാ വരുന്നത്? 0.5 into 10 കിലോഗ്രാം. എത്രയാ വരുന്നത്? $5 ആണ്. എത്രയാണ്? $5 ആണ്. സ്ക്രാപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാണ്? $5. ഓക്കെ. ഇനി മക്കളെ സ്ക്രാപ്പ് കഴിഞ്ഞ്
നമ്മൾ അടുത്ത് നോക്കേണ്ടത് അൾട്ടർനേറ്റീവ് യൂസിന്റെ വാല്യൂ അല്ലെ. അൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുന്നതിന്റെ വാല്യൂ എങ്ങനെയാ മക്കളെ കാണുക? അൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുന്നതിന്റെ വാല്യൂ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ മെറ്റീരിയൽ വൈ പുറത്തു പോയി ഇപ്പൊ വാങ്ങുകയാണെങ്കിൽ എത്ര കൊടുക്കണം? $6 കൊടുക്കണം അല്ലെ, $6 കൊടുക്കണം. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഈ എക്സിനെ നമ്മൾ ഫർദർ ആയിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് $2 ആണ് 1 കിലോഗ്രാമിന്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മെറ്റീരിയൽ വൈ ആയി ഉപയോഗിക്കാം. അപ്പൊ മക്കളെ $6 കൊടുത്ത് വാങ്ങണോ? വേണ്ട. അതിന് പകരം ഈ $2 എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? മോഡിഫൈ ചെയ്താൽ പോരെ. അപ്പൊ അവിടെ ലാഭം വരുന്ന കോസ്റ്റ് സേവിങ് എത്രയാടാ? $4 ലാഭമായില്ലേ? കാരണം നമ്മൾ ഇത് മോഡിഫൈ ചെയ്യുന്നില്ലെങ്കിൽ 2 കൊടുത്ത് മോഡിഫൈ ചെയ്താൽ നമുക്ക് വരുന്ന ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? $4 ആണ് 1 കിലോഗ്രാമിൽ. നമ്മൾ ഫർദർ എന്ത് ചെയ്യുന്നില്ല, മോഡിഫൈ ചെയ്യുന്നില്ലെങ്കിൽ മാർക്കറ്റ് പോയി 6 വാങ്ങണം. അപ്പൊ നഷ്ടല്ലേ? അപ്പൊ ഇവിടെ വരുന്ന സേവിങ് എത്രയാണ്? 4 ആണ്. ഇൻറ്റു എത്രയാണ് മക്കളെ? പെർ കിലോഗ്രാം നമ്മൾ ആവശ്യം ഈ സ്പെഷ്യൽ കോൺട്രാക്ടിന് 10 കിലോഗ്രാം. അങ്ങനെയെങ്കിലും മക്കളെ പറഞ്ഞ എത്രയാ ബെനിഫിറ്റ് കിട്ടുക? $14. ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഹയർ വാല്യൂ ഏതാണ്? 14 ആണ്. അപ്പൊ നമ്മൾ ഏതാണ് റെലവന്റ് കോസ്റ്റ്? ഈ മെറ്റീരിയലിന്റെ 14 ആണ്. സെറ്റ് ആണോ ഈ ക്വസ്റ്റ്യന്? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താലോ? മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. 72 ഒന്ന് ചെയ്ത് നോക്കിക്കേ. സാർ ഒരു 5 minutes തരാം 72 ചെയ്യാനായിട്ട്. ഓക്കെ, ചെയ്ത് നോക്കിക്കേ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കുറെ ഡാറ്റാസ് തന്നിട്ടേ ഉള്ളൂ ഇതില്. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. നമ്മള് ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സാർ എന്നാല് ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ഓക്കെ. In order to utilize some spare capacity, K is preparing a quotation for special order which requires 2000 kilogram of material J. K എന്ത് ചെയ്യാനാണ്? കുറച്ച് സ്പെയർ കപ്പാസിറ്റി ഉള്ളത് കാരണം എന്ത് ചെയ്യാണ്? മെറ്റീരിയൽ ജെ വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പോവാണ്? കെ പ്രിപ്പയർ ഒരു കൊട്ടേഷൻ സ്പെഷ്യൽ ഓർഡർ കൊടുക്കാൻ പോവാണ്. ആ ഓർഡറിന്റെ മക്കൾ എത്ര കിലോഗ്രാം മെറ്റീരിയൽ ജെ വേണം? 2000 കിലോഗ്രാം മെറ്റീരിയൽ ജെ എന്താണ്? ആവശ്യമാണ്. ഓക്കെ. കെന്റെ കയ്യിൽ മക്കളെ 800 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ ജെ എവിടെയുണ്ട്? ഇൻവെന്ററിയിലുണ്ട്. ഓക്കെ. അത് വാങ്ങിയത് ഒറിജിനൽ കോസ്റ്റ് 7 റെലവെന്റ് ആണോ? അല്ല. ഒറിജിനൽ കോസ്റ്റ് പാസ്റ്റിൽ നമ്മൾ കൊടുത്ത കോസ്റ്റ് ആണ്, റിക്കവർ ചെയ്യാൻ പറ്റില്ല, വിച്ച് ഈസ് ഓൾവേസ് ഇറെലവെന്റ്. മെറ്റീരിയൽ ജെ യൂസ് ചെയ്യുന്നത് ഇൻ ദ കമ്പനീസ് മെയിൻ പ്രൊഡക്റ്റ് ആയ എല്ലിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മെറ്റീരിയൽ ജെ.
അപ്പൊ മക്കളെ മെയിൻ പ്രൊഡക്റ്റ് ആയ എല്ലിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് റീപ്ലേസ്മെന്റ് വേണ്ടി വരൂലേ നമുക്ക്. നമ്മൾ ഈ 2000 കിലോഗ്രാം ഈ സ്പെഷ്യൽ കോൺട്രാക്ടിന് വേണ്ടി അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡറിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ജെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യണ്ടേ. കാരണം എന്താണ്, മെറ്റീരിയൽ എല്ല് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റാ. ആ മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയൽ ജെ എന്താണ്, മെറ്റീരിയൽ ജെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റീപ്ലേസ്മെന്റ് വേണം അല്ലെ. ഓക്കെ ആണോ. ഈച്ച് യൂണിറ്റ് എൽ യൂസ് ചെയ്യുന്നത് 5 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ ജെ ആൻഡ് ബേസ്ഡ് ഓൺ ആൻ ഇൻപുട്ട് വാല്യൂ 7 per kilogram ഓഫ് ജെ. ഈച്ച് യൂണിറ്റ് ഓഫ് എൽ ഈൽഡ് കോൺട്രിബ്യൂഷൻ ഉണ്ട് $10. ഇതൊന്നും റെലവെന്റ് അല്ല ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. ദ റീസെയിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ ജെ എന്ന് പറയുന്നത് 5.5 per kilogram ആണ് റീസെയിൽ വാല്യൂ കേട്ടോ. ഓക്കെ. ദ പ്രസന്റ് റീപ്ലേസ്മെന്റ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ജെ ഈസ് 8 per kilogram. ഇപ്പൊ റീപ്ലേസ് ചെയ്യേണ്ട പ്രൈസ് എത്രയാണ് മെറ്റീരിയൽ ജെന്റെ? 8 per kilogram ആണ്. മെറ്റീരിയൽ ജെ ഈസ് റെഡിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മെറ്റീരിയൽ ജെ എപ്പോൾ എന്താണ്, റെഡിലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റെലവെന്റ് കോസ്റ്റ് ഓഫ് ദ 2000 kilograms ഓഫ് മെറ്റീരിയൽ ജെ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ കൊട്ടേഷൻ? നമ്മുടെ കൊട്ടേഷനിൽ മെറ്റീരിയൽ ജെ 2000 കിലോഗ്രാം ഇൻക്ലൂഡ് ചെയ്യുന്നതിനുള്ള റെലവെന്റ് കോസ്റ്റ് എത്രയാണെന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. നമ്മൾ ആ ഗ്രാഫിൽ പോകും അല്ലെ. ഗ്രാഫിൽ പോകുമ്പോൾ മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഉണ്ടോ? ഇൻ സ്റ്റോക്ക് ഉണ്ട് അല്ലെ. നമ്മുടെ കയ്യിൽ ഇൻ സ്റ്റോക്ക് ആയിട്ടുണ്ട് അല്ലെ. പ്ലസ് അത് മക്കളെ റെഗുലർ യൂസ് ആണോ? ഒബ്വിയസ്ലി അല്ലെ, റെഗുലർ യൂസ് ആണ് അല്ലെ. റെഗുലർ യൂസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പ്ലസ് മക്കളെ ഇവിടെ എന്ത് പറയുന്നുണ്ട്, വിൽ ബി നീഡ് റീപ്ലേസ്മെന്റ്. നിർബന്ധമാണ് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലിന്റെ പ്രൊഡക്ഷൻ അവിടെ മുടങ്ങിപ്പോവും അല്ലെ ജെ. അപ്പൊ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, റീപ്ലേസും ചെയ്യണം. നമ്മൾ ഈ കേസിൽ നമ്മൾ എന്താ പഠിച്ച, റെഗുലർ ഇൻ യൂസ് ആൻഡ് വിൽ ബി റീപ്ലേസ്ഡ്. ആ കേസിൽ റെലവെന്റ് കോസ്റ്റ് എന്താ നിങ്ങൾ പഠിച്ചത്? കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. നമ്മൾ റെലവെന്റ് കോസ്റ്റ് എന്താന്നാ പറഞ്ഞത്? കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ മക്കളെ കറന്റ് പർച്ചേസ് പ്രൈസ് ആണെങ്കിൽ എത്ര കിലോഗ്രാം മെറ്റീരിയൽ വേണം നമുക്ക്? ടോട്ടല് 2000 കിലോഗ്രാം മെറ്റീരിയൽ വേണം അല്ലെ. ഇത് റീപ്ലേസ് ചെയ്യണ്ടേ? 800 എടുത്താൽ നമുക്ക് വേണ്ട ടോട്ടൽ റെലവെന്റ് കോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. 2000 കിലോഗ്രാമിന്റെതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. 2000 കിലോഗ്രാം വേണം ഇൻറ്റു എത്രയാ മക്കളെ? കറന്റ് പർച്ചേസ് പ്രൈസ്. ജെ പോയി വാങ്ങുകയാണെങ്കിൽ എത്രയാണ് കറന്റ് പർച്ചേസ് പ്രൈസ് പറഞ്ഞത്? ദ പ്രസന്റ് റീപ്ലേസ്മെന്റ് പ്രൈസ്, അതായത് നമ്മൾ ആ ജെ പിന്നെയും വാങ്ങി വെക്കണമെങ്കിൽ എത്രയാണ് ജെക്ക് ഇപ്പോഴത്തെ വില? $8 per kilogram ആണ്. $8 per kilogram ആണ്. ഇത് ചെയ്താൽ എത്രയാണ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ. 2000 into 8 per kilogram. 2000 into 8 ചെയ്താൽ എത്ര വരിക? $16,000 ആണ് നമ്മുടെ എന്ത് റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയോ ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇതൊക്കെ വേണമായിരുന്നോ? ഇല്ല. നമ്മൾ ആകെ അതിൽ നിന്ന് എടുത്തത് എന്ത് മാത്രം? ഒരൊറ്റ ഡാറ്റയാണ്. അപ്പൊ മക്കളെ ഇതായിരുന്നു ഈ കേസിലെ പ്രത്യേകത. ഇൻസ്റ്റോക്ക് ഉണ്ട് മെറ്റീരിയൽ. പിന്നെ നമ്മളോട് എന്ത് നോക്കും? റെഗുലർ യൂസ് ആണോ നോക്കൂ. ഇത് റെഗുലർ യൂസ് ആണ്. കമ്പനി എൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മെയിൻ കമ്പനിന്റെ പ്രൊഡക്റ്റാ. അതിൽ ഈ ജെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിയത് റീപ്ലേസ് ആണ് അല്ലെ. റീപ്ലേസ് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ചെയ്യണം. കാരണം എൽ എന്താണ്? നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മക്കളെ ഒന്ന് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ 73. ഐ വിൽ ഗിവ് യു ഒരു 5 minutes തരാം. നിങ്ങൾ ചെയ്ത് നോക്കിക്കേ എങ്ങനെയാണ് ഇത് ചെയ്യാന്ന്.
ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ആൻസർ കിട്ടിയെങ്കിൽ അയച്ചേ. നമുക്ക് ചെയ്തു നോക്കിയാലോ? ഓക്കെ, എന്താണ് മക്കളെ ചോദ്യം? വാട്ട് ഈസ് ദ റെലവെന്റ് കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ഫോർ ദ കോൺട്രാക്ട്? കോൺട്രാക്ടിന് വേണ്ട മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? വായിച്ചു നോക്കിയാലോ? A company is calculating relevant cost of the material to be used on a particular contract. ഒരു കമ്പനി മക്കളെ കാൽക്കുലേറ്റ് ചെയ്യാണ് റെലവെന്റ് കോസ്റ്റ് എന്തിന്റെ? മെറ്റീരിയലിന്റെ. അവര് ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യേണ്ട മെറ്റീരിയലിന്റെ റെലവെന്റ് കോസ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺട്രാക്റ്റിനിട 4200 കിലോഗ്രാം മെറ്റീരിയൽ എന്ത് വേണം? എച്ച് വേണം. മെറ്റീരിയൽ എച്ച് എത്ര വേണം? 4200 കിലോഗ്രാം വേണം. ആൻഡ് ദിസ് ക്യാൻ ബി ബോഡ് ഫോർ 6.3 പെർ കിലോഗ്രാം. ഇത് നമുക്ക് വാങ്ങണമെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? 6.3 കൊടുത്തിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട്. കമ്പനി ബോഡ് 10,000 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ എച്ച് സം ടൈം എഗോ. മുന്നേ എന്നോ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 10,000 കിലോഗ്രാം മെറ്റീരിയൽ എച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിൻ അത് പെയ്ഡ് ചെയ്തത് എത്രയായിരുന്നു? 4.5 ആയിരുന്നു പെർ കിലോഗ്രാം. റെലവെന്റ് ആണോ ഇറെലവെന്റ് ആണോ? മുന്നേ നമ്മൾ വാങ്ങിയപ്പോൾ പേ ചെയ്ത കോസ്റ്റ് ആണ്, ഇറെലവെന്റ് ആണ്, സങ് കോസ്റ്റ് ആണ്, വെട്ടി അല്ലെ? കറന്റ്ലി മക്കളെ നമ്മുടെ ഇൻവെന്ററിയിൽ 3700 കിലോഗ്രാം ഓഫ് ദിസ് റിമെയിൻ ഇൻ ഇൻവെന്ററി. നമ്മുടെ കയ്യിൽ 10,000 കുറെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. 3700 എന്ത് ചെയ്തിട്ടുണ്ട്? 3700 കിലോഗ്രാം നമ്മുടെ ഇൻവെന്ററിയിൽ റിമെയിൻ ചെയ്യുന്നുണ്ട്. ദ ഇൻവെന്ററി ഓഫ് മെറ്റീരിയൽ എച്ച് കുഡ് ബി സോൾഡ് ഫോർ. സ്ക്രാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ എച്ച് സ്ക്രാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എത്ര വാല്യൂ കിട്ടടാ? 3.2 കിലോഗ്രാം ആണ് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ ആണോ? ദ കമ്പനി ഹാസ് നോ അതർ യൂസ് ഫോർ മെറ്റീരിയൽ എച്ച്. മെറ്റീരിയൽ എച്ച് കൊണ്ട് എന്തില്ല? വേറെ യൂസ് ഒന്നും തന്നെ കമ്പനിക്ക് ഇല്ല അതർ ദാൻ ഓൺ ദിസ് കോൺട്രാക്ട്. ബട്ട് ഇറ്റ് കുഡ് ബി മോഡിഫൈ അറ്റ് എ കോസ്റ്റ് 3.7 പെർ കിലോഗ്രാം. നമുക്ക് എന്ത് ചെയ്യാം? ഇത് മക്കളെ മോഡിഫൈ ചെയ്യാൻ പറ്റും. എത്ര കൊടുത്ത്? ഈ ഒരു മെറ്റീരിയൽ ഏത് എച്ച് മോഡിഫൈ ചെയ്യാം 3.7 പെർ കിലോഗ്രാം കൊടുത്തിട്ട്. ആൻഡ് യൂസ് ഇറ്റ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മെറ്റീരിയൽ ജെ. എന്നിട്ട് മെറ്റീരിയൽ ജെക്ക് എന്താ യൂസ് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ആയി യൂസ് ചെയ്യാം. മെറ്റീരിയൽ ജെ എന്ന് പറയുന്നത് റെഗുലർലി യൂസ് ചെയ്യുന്നുണ്ട് കമ്പനി ആൻഡ് ക്യാൻ ബി ബോർഡ് ഫോർ 7.5 പെർ കിലോഗ്രാം. അല്ലെ, എന്ത് ചെയ്യണം? മെറ്റീരിയൽ ഡെയിലി നമ്മൾ കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? റീപ്ലേസും ചെയ്യേണ്ടതുണ്ട്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചത് റെലവെന്റ് കോസ്റ്റ് കാണാനാണ്. ഓക്കെ, സാറ് കാൽക്കുലേറ്റർ ഒക്കെ ഓപ്പൺ ആയി വെച്ചു. നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? എങ്ങനെയാ റെലവെന്റ് കോസ്റ്റ് കാണാമെന്ന്? നോക്കിക്കേ, ഏതാ ആൻസർ കിട്ടി എല്ലാവർക്കും? ഏതാ ആൻസർ കിട്ടിയടാ? ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. സെറ്റ്. ഒന്നും ശ്രദ്ധിച്ച മക്കളെ, നമുക്ക് ഈ ഒരു കേസ് ചെറിയതായിട്ട് ഒരു ഡിഫറെന്റ് ഉണ്ട്, ചെറിയ ഡിഫറെന്റ് റെലവെന്റ് കോസ്റ്റ് കാണുമ്പോൾ. മക്കളെ നമുക്ക് നോക്കാം. മെറ്റീരിയൽ ഇൻ സ്റ്റോക്കിൽ ഉള്ളത് എത്രയാടാ? ഇൻ സ്റ്റോക്കിൽ എത്രയുള്ളത്? 3700 കിലോഗ്രാം ആണ് അല്ലെ? ഇനി 3700 കിലോഗ്രാം ആണ് നമ്മുടെ കയ്യിൽ എന്തുള്ളത്? മെറ്റീരിയൽ ഉള്ളത്. ഇനി നമ്മൾ 500 എത്ര കിലോഗ്രാം നമുക്ക് ടോട്ടലി നീഡഡ് ഉണ്ട്? 4200 കിലോഗ്രാം നീഡഡ് ഉണ്ട് അല്ലെ? അപ്പൊ 500 കിലോഗ്രാമും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങണം. അതിനുള്ള പർച്ചേസ് കോസ്റ്റ് എങ്ങനെയാ മക്കളെ കാണുക? ഇത് സ്റ്റോക്കിലില്ല. അങ്ങനെയെങ്കിൽ 500 കിലോഗ്രാമിന്റെ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, പർച്ചേസ് പ്രൈസ് ആണ്. എന്താണ്? പർച്ചേസ് പ്രൈസ് ആണ്.
നിങ്ങൾക്കറിയില്ലേ, നമ്മൾ മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ആണ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ നമുക്കറിയാം റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ എത്രയാണ് ഇപ്പോൾ മെറ്റീരിയൽ എച്ച് വാങ്ങാനുള്ള കറന്റ് പർച്ചേസ് പ്രൈസ് എത്രയാണ്? 6.3 ആണ്. അപ്പൊ ഇതിന്റെ റെലവന്റ് കോസ്റ്റ് കിട്ടി എത്രയാണ്? 6.3 ഇൻറ്റു എത്രയാണ് നമ്മൾ വാങ്ങേണ്ടത് പുറത്തുനിന്ന്? 500 കിലോഗ്രാം വാങ്ങണം അല്ലെ? അങ്ങനെയെങ്കിൽ ഈ 500 കിലോഗ്രാമിന്റെ പർച്ചേസ് പ്രൈസ് മക്കളെ പറഞ്ഞ എത്രയാണ്? 6.3 ഇൻറ്റു 500 എത്രയാണ് വരുന്നത്? 3150 വരും. 6.3 ഇൻറ്റു 500 കിലോഗ്രാം വാങ്ങാൻ നമുക്ക് 3150 വരും. ഒന്നിൻ്റെത് കണ്ടു. നമ്മൾ മക്കളെ 3700 കിലോഗ്രാമിൻ്റെത് കാണണം. ഓക്കെ, ഈ 3700 കിലോഗ്രാം മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? പക്ഷെങ്കിൽ നമുക്ക് ഇതിന് എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട് അല്ലെ? എന്തുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എപ്പോഴും ഏതാ കൺസിഡർ ചെയ്യുക? ഹയർ ഓഫ് വാല്യൂ ഇൻ ആൾട്ടർനേറ്റീവ് യൂസ് ഓർ സ്ക്രാപ്പ് വാല്യൂ. അപ്പൊ ഇവിടെ നമ്മൾ സ്ക്രാപ്പ് എടുക്കുകയാണെങ്കിൽ സ്ക്രാപ്പ് എടുക്കുകയാണെങ്കിൽ മെറ്റീരിയൽ എച്ചിന് എത്രയാ സ്ക്രാപ്പ് കിട്ടുക? 3.2 ആണ് സ്ക്രാപ്പ് കിട്ടുക. അങ്ങനെയെങ്കിൽ 3700 കിലോഗ്രാം ആണ് നമ്മുടെ കയ്യിൽ എന്തുള്ളത്? ഇതുള്ളത് ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. ഇൻറ്റു സ്ക്രാപ്പ് ചെയ്താൽ എത്ര ആൻസർ വരിക? 3.8, അതായത് 11840 വരും. ഇതെങ്ങനെയാ സാറ് ചെയ്തത്? 3700 കിലോഗ്രാം മെറ്റീരിയൽ ഉണ്ട്, അതിന് എന്തുണ്ട്? സ്ക്രാപ്പ്. നമുക്കറിയാം ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എങ്ങനെയാ കാണാം? ഹയർ ഓഫ് വാല്യൂ ഇൻ ആൾട്ടർനേറ്റീവ് യൂസ് ഓർ അതല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ആയിരിക്കും. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3.2 ആണ്. അപ്പൊ സാറിന് കിട്ടി എത്ര? 11840 കിട്ടി. ഇനി നമുക്ക് ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്താലുള്ള വാല്യൂ കണ്ടാലോ? ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്താൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ എച്ചിനെ നമുക്ക് എന്ത് ചെയ്യാം? ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യാം. എന്ത്? മോഡിഫൈ ചെയ്തിട്ട്. എത്ര മോഡിഫൈ ചെയ്യണം? 3.7 കൊടുത്തിട്ട് മോഡിഫൈ ചെയ്യണം മെറ്റീരിയൽ എച്ച്. അങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയൽ ജെയിൽ യൂസ് ചെയ്യാനായി പറ്റും എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനെയെങ്കിൽ മക്കളെ നോക്കിക്കേ, മെറ്റീരിയൽ ജെ പുറത്തു പോയി വാങ്ങുകയാണെങ്കിൽ എത്ര കൊടുക്കണം? നമ്മൾ 7.5 കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു എച്ചിനെ 3.7 കൊടുത്തിട്ട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര കോസ്റ്റ് വരൂലല്ലോ, അത്രയും ലാഭല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് പറഞ്ഞേ എങ്ങനെയാ? സാർ ആൾട്ടർനേറ്റീവ് താഴെ ചെയ്തട്ടെ, സ്ഥലമില്ലാത്തതുകൊണ്ട്. ആൾട്ടർനേറ്റീവിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ ഈ മെറ്റീരിയൽ ജെ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ എത്ര കൊടുക്കണം മക്കളെ? 7.5 കൊടുക്കണം അല്ലെ? പക്ഷെങ്കിൽ മക്കളെ മെറ്റീരിയൽ എച്ചിനെ മോഡിഫൈ ചെയ്തു, $3.7 കൊടുത്തിട്ട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ലാഭം വരുന്നത്? ഇത് വഴി എത്രയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്? 7.5 മൈനസ് 3.7 ചെയ്ത് കഴിഞ്ഞാൽ 3.8 നമുക്ക് സേവ് ചെയ്യാം. അതാണ് റെലവന്റ് കോസ്റ്റ്. അങ്ങനെ എത്ര കിലോഗ്രാമിൽ റെലവന്റ് കോസ്റ്റ് സേവ് ആവും? എത്രയാണ് നമുക്ക് സ്റ്റോക്കിലുള്ള കിലോഗ്രാം? 3700 കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ 3.8 ഇൻറ്റു 3700 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 14060 കിട്ടും. നിങ്ങൾ ഏതാ എടുക്കുക? സ്ക്രാപ്പ് ചെയ്യുമ്പോഴാ ഈ 3700 ചെയ്യുമ്പോൾ 11840 ആണ് കിട്ടുന്നത്. പക്ഷെങ്കിൽ ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് 14060 ആണ്. അങ്ങനെയെങ്കിൽ സാർ എന്നാൽ നമ്മൾ ഉറപ്പായിട്ടും ചൂസ് ചെയ്തായിരിക്കും ഹയർ ആയിരിക്കും അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹയർ ഓഫ് വാല്യൂ ഇൻ ആൾട്ടർനേറ്റീവ് യൂസ് അതല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ. അങ്ങനെയെങ്കിൽ സാർ റബ്ബ് ചെയ്യട്ടെ, ഈ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് ഇനി വേണ്ടല്ലോ, വേണ്ട. നമ്മൾ ഏതായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക? ആൾട്ടർനേറ്റീവ് യൂസിൻ്റെതായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ മക്കളെ ടോട്ടൽ റെലവന്റ് കോസ്റ്റ് എങ്ങനെയാ കാണുക? 3700ന്റെ റെലവന്റ് കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ റെലവന്റ് കോസ്റ്റ് ടോട്ടൽ RC എന്ന് കൊടുക്കുക സാറ്. എത്രയാണ് 3700ന്റെ റെലവന്റ് കോസ്റ്റ്? $14,060 പ്ലസ് എത്രയാണ് മക്കളെ 500 കിലോഗ്രാമിന്റെ റെലവന്റ് കോസ്റ്റ്? $3150. അങ്ങനെയെങ്കിൽ മക്കളെ ടോട്ടൽ റെലവന്റ് കോസ്റ്റ് എത്രയാ വരിക? 14060 പ്ലസ് 3150 എത്രയാ വരുന്നത്? 17210. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇവിടെ നമുക്ക് രണ്ട് തരം മെറ്റീരിയൽ, കുറച്ച് ഇൻവെന്ററിയിലും ഉണ്ട്, കുറച്ച് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണം. അപ്പൊ നമ്മൾ രണ്ടിന്റെ റെലവന്റ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ? അതായത് 500 കിലോഗ്രാം നമ്മൾ പുറത്ത് മെറ്റീരിയൽ വാങ്ങണം, അത് നമ്മൾ സ്റ്റോക്കിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ ഇതെന്താണ്? റെലവന്റ് കോസ്റ്റ് എന്താണ്? കറന്റ് പർച്ചേസ് പ്രൈസ് ആണ്. നമ്മുടെ കയ്യിൽ 3700 കിലോഗ്രാം മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അത് എന്ത് ചെയ്യണം? അതിന് ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ റെലവന്റ് കോസ്റ്റ് കാണുക? ഹയർ ഓഫ് വാല്യൂ ഇൻ ആൾട്ടർനേറ്റീവ് യൂസ് അതല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ സ്ക്രാപ്പിനേക്കാൾ കൂടുതൽ എന്താണ് ഹൈ വാല്യൂ ഏതിനാണ്? ആൾട്ടർനേറ്റീവ് യൂസിനാണ്. അപ്പൊ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു? ഹയർ വാല്യൂ ആയിട്ടുള്ള ഏത് കൺസിഡർ ചെയ്തു? നമ്മൾ ആൾട്ടർനേറ്റീവ് യൂസ് കൺസിഡർ ചെയ്യും. അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ റെലവന്റ് കോസ്റ്റ് കിട്ടി. സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ ഇത് ചെയ്തത്? സെറ്റ് അല്ലേ? ഓക്കെ.
നമുക്ക് ഇനി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. മക്കളെ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. 76 ഇത് ആദ്യം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്യാഷ് ഫ്ലോ, റെലവന്റ് ക്യാഷ് ഫ്ലോ നോക്കാൻ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. സാർ ഒരു 5 minutes തരാം. ഓക്കെ, വാട്ട് ഈസ് എ റെലവന്റ് ക്യാഷ് ഫ്ലോ? റെലവന്റ് ക്യാഷ് ഫ്ലോ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. അപ്പൊ കിട്ടിയടാ, നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. നമുക്കറിയാം റെലവന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്തായിരിക്കും? ഏതൊക്കെ കോസ്റ്റുകളായിരിക്കും? ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം, ഇൻക്രിമെന്റൽ ആയിരിക്കണം, എന്തുമായിരിക്കണം? ക്യാഷ് ഫ്ലോ ആയിരിക്കണം. Clever clocks in short of labor for a new one-off project needing 600 hours of labor. Okay. And has choices as to where to source this. ഇത് എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യേണ്ടതെന്ന് ഇവർക്ക് അറിയില്ല. They could hire new people temporarily from an agency at a cost of 9 per hour. ഒന്നെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാനായി പറ്റും? പുറത്തുനിന്ന് ഏജൻസിന്ന് 9 കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ലേബേഴ്സിനെ ഹയർ ചെയ്യാം. ആൾട്ടർനേറ്റീവ്ലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ ടെമ്പററി സ്റ്റാഫിനെ ഫിക്സ്ഡ് കോസ്റ്റ് വെച്ചിട്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് അഡ്വർടൈസിംഗ് ഓഫ് 1200 1200 അഡ്വർടൈസിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സ്റ്റാഫിനെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. പക്ഷെ അതിനുശേഷം അവർക്ക് പേ ചെയ്യണം എത്ര? 6 per hour ഫോർ ദ ടൈം. അവർക്ക് എന്തും കൊടുക്കണം? 6
per hour കൊടുക്കുകയും വേണം. They could also redirect some staff from existing work who are currently paid $7 per hour and who make sandals that generate a contribution of $3 per hour after all variable cost. അതായത് ഇവിടെ പറയുന്ന മക്കളെ, ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില സ്റ്റാഫിന് ഇപ്പൊ വർക്കിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ചില സ്റ്റാഫുകൾ എന്ത് ചെയ്യേണ്ടി വരും? പിടിച്ചു കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് എത്രയാണ്? $7 കൊടുക്കണം. പക്ഷെങ്കിൽ അവരിപ്പോ സാൻഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു അവറിൽ കിട്ടുന്ന കോൺട്രിബ്യൂഷൻ $3 ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരെ, സാൻഡിൽസ് ഉള്ളവരെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നാലിടാ, അപ്പൊ സാൻഡിൽസ് ഉണ്ടാക്കൽ നടക്കും ഇല്ല. അപ്പൊ അവിടെ കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ആവില്ല ഈ $3 per hour ഉള്ള. യെസ്, സാൻഡൽസ് ആർ എ ഗുഡ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ക്ലെവർ ക്ലോക്ക് വിൽ ലോസ് ദ പ്രൊഡക്ഷൻ ആൻഡ് ദ റിലേറ്റഡ് സെയിൽ വൈൽ സ്റ്റാഫ് ഈസ് വർക്കിംഗ് ഓൺ ദ ന്യൂ വൺ ഓഫ് പ്രൊജക്റ്റിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു സംഭവം ലോസ്റ്റ് ആവും, ഇത്രയും നഷ്ടങ്ങൾ വരും. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചത് റെലവെന്റ് ക്യാഷ് ഫ്ലോ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്താണ് നമ്മളോട് ചോദിച്ചത്? വാട്ട് ഈസ് ദ റെലവെന്റ് ക്യാഷ് ഫ്ലോ? നമുക്ക് നോക്കിയാലോ ഓരോ ക്യാഷ് ഫ്ലോസ്. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ മക്കളെ എന്താണ്? ഈ ഒരു ആൾക്കാരെ ഏജൻസി വഴി ഹയർ ചെയ്യാം അല്ലെ. ഏജൻസി വഴി ഹയർ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് റെലവെന്റ് ക്യാഷ് ഫ്ലോ ആണേ ചോദിച്ചത് കേട്ടോ. ഏജൻസി വഴി ഹയർ ചെയ്യുകയാണെങ്കിൽ മക്കളെ നമ്മൾ എത്ര രൂപ കൊടുക്കണം ഒരു അവറിന്? ഒരു അവറിന് എത്ര $? വെച്ചാ കൊടുക്കേണ്ടത്? ഏജൻസി വഴി ഹയർ ചെയ്യുകയാണെങ്കിൽ $9 കൊടുക്കണം. എത്ര അവേഴ്സാണ് നമുക്ക് റിക്വയർഡ്? 600 അവേഴ്സ് ആണ്. ഇൻറ്റു എത്ര പേ ചെയ്യണം? $9. അങ്ങനെയെങ്കിൽ എത്രയാടാ ഏജൻസി വഴി നമ്മൾ ഹയർ ചെയ്യുകയാണെങ്കിലുള്ള കോസ്റ്റ് എത്രയാ? നോക്കിക്കേ, റെലവെന്റ് കോസ്റ്റ് എത്രയാ? 600 അവേഴ്സ് ഇൻറ്റു $9 എത്രയാ? 5400 വരും. എത്രയാണ്? 5400 വരും. ഓക്കെ ആണോ? ഓക്കെ, നമുക്കിനി മക്കളെ ഇന്റേണലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് നമുക്ക് സാൻഡിൽസ് ഉണ്ടാക്കുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു വൺ ഓഫ് പ്രൊജക്ട് ആണ് ഒരിക്കലും മാത്രം ഉണ്ടാക്കുന്നത്. ഈ വൺ ഓഫ് പ്രൊജക്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവരെ കൊണ്ടുവരികയാണ്, സാൻഡിൽസ് ഉണ്ടാക്കുന്നവരെ. അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് ഉള്ള ഇത് എത്രയാ വരിക? ഇന്റേണൽ ട്രാൻസ്ഫർ നടത്തുന്നത് നമ്മൾ സാൻഡിൽസിലുള്ള പോലെ ഇന്റേണൽ ട്രാൻസ്ഫർ നടത്തുകയാണെങ്കിൽ എത്രയാ മക്കളെ വരിക കോസ്റ്റ്? എത്ര അവേഴ്സ് വേണം? ഇന്റേണൽ ട്രാൻസ്ഫർ കൊണ്ടുവരികയാണെങ്കിലും 600 അവേഴ്സ് വേണം. എത്രയാ മക്കളെ? ഇൻറ്റു എത്രയാ മക്കളെ സാൻഡിൽസിൽ ഉള്ളവർക്ക് പേ ചെയ്യുന്നത്? $7 ആണ്. $7 ആണ് സാർ എഴുതി. $7 പ്ലസ് നമ്മൾ മക്കളെ സാൻഡിൽസിലുള്ളവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ, ഈ വൺ ഓഫ് പ്രൊജക്റ്റിലോട്ട് കൊണ്ടുവന്നാൽ സാൻഡിൽ ഉണ്ടാക്കൽ നടക്കുവോ? ഇല്ല. അപ്പൊ അവിടെ കോൺട്രിബ്യൂഷൻ നഷ്ടാവുന്നില്ല. എത്ര? 3. അതും ഒരു റെലവെന്റ് കോസ്റ്റ് അല്ലേ? ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ഡിസിഷൻ കാരണം എക്സ്ട്രാ വരുന്ന കോസ്റ്റ് അല്ലേ $3? അപ്പൊ അത് കൺസിഡർ ചെയ്യണ്ടേ? യെസ്, $3 കൂടെ കൺസിഡർ ചെയ്യും കോൺട്രിബ്യൂഷൻ പോയത്. അപ്പൊ മക്കളെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. 600 അവേഴ്സ് ഇൻറ്റു എത്ര ചെയ്യണം? 600 അവേഴ്സ് ഇൻറ്റു 7 + 3 ചെയ്യാന്ന് പറഞ്ഞാൽ 10. അപ്പൊ എത്ര വരും ആൻസർ? 6000 ആൻസർ വരും. ഓക്കെ ആണോ? അടുത്ത മക്കളെ നമ്മൾക്ക് മൂന്നാമതുള്ള ഒരു ഓപ്ഷൻ എന്താ പറയുന്നത്? മൂന്നാമതുള്ള ഒരു ഓപ്ഷന് നമ്മളോട് പറയുന്നത് ടെമ്പററി സ്റ്റാഫിനെ ഹയർ ചെയ്യാം. എന്ത് ചെയ്യണം? ടെമ്പററി സ്റ്റാഫിനെ ഹയർ ചെയ്യണം. പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുക. ഏജൻസി ത്രൂ അല്ലാതെ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യണം. ഹയർ ചെയ്യാനായി മക്കളെ നമുക്ക് വരുന്ന കോസ്റ്റ് $1200 എന്ത് വേണം? എന്തായാലും അഡ്വർടൈസിങ്ങിന് വേണം 1200 പ്ലസ് അതിന്റെ കൂടെ അവർക്ക് എന്തും കൊടുക്കണം. ബട്ട് ദെൻ ഓൺലി പേ 6 per hour. അവർക്ക് എന്തും കൊടുക്കണം? വേജും കൊടുക്കണം. അങ്ങനെയെങ്കിൽ അവർ എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം? 600 അവേഴ്സ് വർക്ക് ചെയ്യണം. ഒരു അവറിന് എത്ര പേ ചെയ്യണം മക്കളെ? $6 പേ ചെയ്യണം. അങ്ങനെയെങ്കിൽ മക്കളെ എത്രയാണ് റെലവെന്റ് കോസ്റ്റ് എന്നൊന്ന് പറഞ്ഞെന്ന്? എത്രയാ വരുന്നത്? 4800. ഓക്കെ, അപ്പൊ മക്കളെ കമ്പനിന്റെ 3 ഓപ്ഷനും നമ്മൾ 3 ഓപ്ഷനിലുള്ള റെലവെന്റ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. എത്രയാണ്? ഒന്നാമത് ഓപ്ഷൻ ഏജൻസി വഴി ഹയർ ചെയ്യുകയാണെങ്കിൽ റെലവെന്റ് കോസ്റ്റ് എത്രയാണ്? 5400 ആണ്. ഇന്റേണൽ ട്രാൻസ്ഫർ നടത്തിയാലോ 6000 വരുന്നുണ്ട്. എത്ര വരുന്നുണ്ട്? 6000 വരുന്നുണ്ട്. ഹയർ ചെയ്യുകയാണെങ്കിലോ ന്യൂ ആൾക്കാരെ അഡ്വർടൈസ് ചെയ്ത് ഹയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് 4800 ആണ്. നിങ്ങൾ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക? റെലവെന്റ് കോസ്റ്റ് കുറഞ്ഞ ഓപ്ഷൻ ആയിരിക്കില്ലേ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? അത് ഏതാ മക്കളെ? ന്യൂ ആൾക്കാരെ ഹയർ ചെയ്യുന്നതല്ലേ ഇതല്ലേ? അഡ്വർടൈസ് ചെയ്ത് ഹയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രയേ റെലവെന്റ് കോസ്റ്റ് വരുന്നുള്ളൂ? 4800 മാത്രമേ റെലവെന്റ് ആയിട്ട് ക്യാഷ് ഫ്ലോ പോകുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഏതാ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? 4800 ആയിരിക്കും. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യന് സിമ്പിൾ അല്ലേ?